നമസ്കാരം. എൻ്റെ പേര് ആർ ശിവകുമാർ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വെബിനാറിലേക്ക് എന്നെ ക്ഷണിച്ച ഡോക്ടർ ജി രഘുകുമാർ സാർ, അദ്ദേഹത്തോടുള്ള നന്ദി ആദ്യമേ അറിയിച്ചോട്ടെ. കേരളത്തിലെ ഔദ്യോഗിക ഭാഷാ നയം എന്നതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഒരു സമൂഹത്തിലെ ഭാഷയെക്കുറിച്ച് പറയാതെ ആ സമൂഹത്തിലെ ഭരണഭാഷയെക്കുറിച്ച് പറയാനാവില്ല. Hello, testing, testing. Hello.
ആർ ശിവകുമാർ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വെബിനാറിലേക്ക് എന്നെ ക്ഷണിച്ച ഡോക്ടർ ജി രഘുകുമാർ സാർ, അദ്ദേഹത്തോടുള്ള നന്ദി ആദ്യമേ അറിയിച്ചോട്ടെ. കേരളത്തിലെ ഔദ്യോഗിക ഭാഷാ നയം എന്നതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഒരു സമൂഹത്തിലെ ഭാഷയെക്കുറിച്ച് പറയാതെ ആ സമൂഹത്തിലെ ഭരണഭാഷയെക്കുറിച്ച് പറയാനാവില്ല എന്ന് നമുക്കറിയാം. മലയാളം മലയാളിയുടെ മാതൃഭാഷയും ഭരണഭാഷയുമാണ്. കേരളത്തിൽ 97% ജനങ്ങളുടെ മാതൃഭാഷയായ മലയാളം വിവിധ ജാതി മത വിഭാഗങ്ങളുടെ പൊതുഭാഷയും കേരള ജനതയെ ഒന്നായി നിർത്തുന്ന ആന്തരശക്തിയുമാണ്. കേരള സമൂഹത്തിൽ വ്യക്തികൾക്ക് വസ്തുതകൾ അറിയാനും അവ ശരിയായ എൻ്റെ പേര് ആർ ശിവകുമാർ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വെബിനാറിലേക്ക് എന്നെ ക്ഷണിച്ച ഡോക്ടർ ജി രഘുകുമാർ സാർ, അദ്ദേഹത്തോടുള്ള നന്ദി ആദ്യമേ അറിയിച്ചോട്ടെ. കേരളത്തിലെ ഔദ്യോഗിക ഭാഷാ നയം എന്നതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഒരു സമൂഹത്തിലെ ഭാഷയെക്കുറിച്ച് പറയാതെ ആ സമൂഹത്തിലെ ഭരണഭാഷയെക്കുറിച്ച് പറയാനാവില്ല എന്ന് നമുക്കറിയാം. മലയാളം മലയാളിയുടെ മാതൃഭാഷയും ഭരണഭാഷയുമാണ്. കേരളത്തിൽ 97% ജനങ്ങളുടെ മാതൃഭാഷയായ മലയാളം വിവിധ ജാതി മത വിഭാഗങ്ങളുടെ പൊതുഭാഷയും കേരള ജനതയെ ഒന്നായി നിർത്തുന്ന ആന്തരശക്തിയുമാണ്. കേരള സമൂഹത്തിൽ വ്യക്തികൾക്ക് വസ്തുതകൾ അറിയാനും അവ ശരിയായ രീതിയിൽ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാനും മലയാളം പോലെ മറ്റൊരു ഭാഷ ഉപകരിക്കില്ല. സാമൂഹികമായും സാംസ്കാരികമായും കേരള ജനതയെ ഇണക്കി നിർത്തുന്ന പ്രധാന ഘടകമായ മാതൃഭാഷയ്ക്ക് നമ്മുടെ സമൂഹത്തിലുള്ള സ്ഥാനം അത്രത്തോളം വലുതാണ്. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മലയാളത്തിന് അർഹമായ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഭരണരംഗത്ത് മലയാളത്തിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കോടതി, അതായത് നീതിന്യായ മേഖലയിൽ മലയാളത്തിന് ഇടം ലഭിക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മലയാളിയുടെ എല്ലാ സാമൂഹിക മണ്ഡലങ്ങളിലും മലയാള ഭാഷയുടെ വ്യാപനവും പ്രയോഗവും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഇതിൽ പരമപ്രധാനമായ ഒരു മേഖലയാണ് ഭരണരംഗം. കേരളീയരുടെ നിത്യജീവിത പ്രശ്നങ്ങളാണ് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ നാം കൈകാര്യം ചെയ്യുന്നത്. അതിനാൽ കേരളത്തിലെ ഭരണഭാഷ മലയാളത്തിലായാൽ മാത്രമേ ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയേയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും മലയാളം ഔദ്യോഗിക ഭാഷയായിരിക്കണമെന്നതാണ് കേരള സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. ഭരണഭാഷ ഭരിക്കപ്പെടുന്നവൻ്റെ ഭാഷയാകണം. ഇതാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത്, പ്രത്യേകിച്ചും ഭരണഭാഷാ ചർച്ചകളിൽ. ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ഈ ചിന്തയ്ക്ക് പ്രസക്തിയുള്ളൂ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്നാൽ ഭരിക്കപ്പെടുന്നവനും ഭരിക്കുന്നവനും രണ്ടായി നിലകൊണ്ട മേഖലകളിൽ ഭരിക്കുന്നവൻ അവൻ്റെ ഭാഷ ഭരണരംഗത്ത് ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ നമുക്കറിയാം, മുഗൾ ഭരണകാലത്തും തുടർന്നു വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത്, പ്രത്യേകിച്ചും ആദ്യ കാലത്തും പേർഷ്യനായിരുന്നു ഭരണഭാഷ. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി. ലോകത്ത് ബ്രിട്ടൻ, പോർച്ചുഗൽ, ഡച്ച്, ഫ്രാൻസ് തുടങ്ങിയവയുടെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ
ഇംഗ്ലീഷും പോർച്ചുഗീസും ഡച്ചും ഫ്രഞ്ചും ഭരണരംഗത്ത് ഉപയോഗിച്ചിരുന്നതായി നമുക്കറിയാം. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഭിന്നമായ സാഹചര്യങ്ങളിൽ ഭരിക്കുന്നവൻ അവൻ്റെ ഭാഷ ഭരണരംഗത്ത് ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചിരുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇതിൽ ചില അപവാദങ്ങൾ ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം കേണൽ മൺട്രോയുടെ കഥ അതാണ് നമുക്ക് കാട്ടിത്തരുന്നത്. കേണൽ മൺട്രോയെ പോലെയുള്ള ചിലർ പ്രാദേശിക ഭാഷ പഠിച്ച് പ്രദേശവാസികളുമായി ഇടപഴകാനും അവരുടെ ഭാഷയിൽ ഭരണം നടത്താനും ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള അപവാദങ്ങൾ ഒഴിച്ചാൽ പലപ്പോഴും ഭരിക്കുന്നവൻ അവൻ്റെ ഭാഷയാണ് ഭരണരംഗത്ത് ഉപയോഗിച്ചിരുന്നത് എന്നതാണ് വാസ്തവം. അതേസമയം സ്വാതന്ത്ര്യാനന്തരം നമുക്ക് ലഭിച്ചത് ജനാധിപത്യത്തിൻ്റെ വളരെ വിശാലമായ സ്വതന്ത്രമായ ഒരു ലോകമാണ്. അതിലൂടെ ഭരണം ജനങ്ങളിലെത്തി. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നത് ജനങ്ങളുടെ പ്രതിനിധികളാണ്. അതായത് ഭരിക്കുന്നവരും ഭരണീയരും തമ്മിൽ ഭേദമില്ല. ജനങ്ങൾ തന്നെയാണ് ഭരണാധികാരികൾ. ആ സ്ഥിതിക്ക് ഭരണഭാഷ ജനങ്ങളുടെ മാതൃഭാഷയാകണം. പക്ഷേ സ്വാതന്ത്ര്യാനന്തര കാലത്തും അധിനിവേശ ഭരണവ്യവസ്ഥയോടുള്ള അഭിനിവേശം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജനാധിപത്യം അർത്ഥപൂർണമാകണമെങ്കിൽ ജനങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തവും സമൂഹത്തിൽ അവരുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യവും ഉണ്ടാവണം. അതിന് ജനങ്ങളുടെ ഭാഷയിൽ തന്നെ ഭരണകാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടന വിഭാവന ചെയ്യുന്നതും അതുതന്നെയാണ്. ഒരു ചെറിയ വിഭാഗത്തിനു മാത്രം അറിയാവുന്ന ഇംഗ്ലീഷിൽ ഭരണ നടപടികൾ തുടർന്നാൽ നാടിൻ്റെ ഭരണത്തിൽ നാട്ടുകാരുടെ സജീവ പങ്കാളിത്തമുണ്ടാകില്ല എന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് ബോധ്യമുണ്ടായിരുന്നു. മാത്രമല്ല, ഭാഷാ വൈവിധ്യമുള്ള ഭാരതത്തിൽ ഭാഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നും അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ 17-ാം ഭാഗം ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് മാത്രം വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം നീക്കിവെച്ചത്. ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ ചേർത്തിട്ടുള്ള വ്യവസ്ഥകൾ പോലെ ഭരണഭാഷ സംബന്ധിച്ച് ബൃഹത്തായ പരാമർശം ലോകത്തിലെ മറ്റു ഭരണഘടനകളിലില്ല. ഭാഷാ വ്യവസ്ഥകൾ ഉൾപ്പെടുന്നത് സംബന്ധിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ചൂടുപിടിച്ച ചർച്ചകളാണ് ഉണ്ടായത്. സുദീർഘമായ ചർച്ചകൾക്കൊടുവിലാണ് ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച വസ്തുതകൾ 4 അധ്യായങ്ങളിലായി, പ്രത്യേകിച്ചും 343 മുതൽ 351 വരെയുള്ള അനുച്ഛേദങ്ങളിൽ ഉൾക്കൊള്ളിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭാഷാ വിഷയം രൂക്ഷമായ വാഗ്വാദങ്ങൾക്ക് ഇടം നൽകിയതിനെക്കുറിച്ച് ഡോക്ടർ ജോർജ് ഇരുമ്പയത്തിൻ്റെ മലയാളവും മലയാളിയും എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. ഹിന്ദിയിലോ ആകണം എല്ലാ നടപടികളും ഭരണഘടനയുമെന്ന് ഹിന്ദി മേഖലയിൽ നിന്നുള്ള R.V. ധുലേക്കർ, പുരുഷോത്തംദാസ് ടണ്ടൻ, K.M. മുനുഷി തുടങ്ങിയവർ വാദിച്ചു. ഹിന്ദുസ്ഥാനി അറിയാത്തവർക്ക് ഇന്ത്യയിൽ കഴിയാനും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തുടരാനും അർഹതയില്ല, അവർക്ക് സ്ഥലം വിടാമെന്ന് വരെ ധുലേക്കർ പറഞ്ഞു. എന്നാൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള T.T. കൃഷ്ണമാചാരി, N.G. രംഗ, ഗോപാലസ്വാമി അയ്യങ്കാർ തുടങ്ങിയവർ അതിനെ ശക്തമായി എതിർക്കുകയും ഹിന്ദി സാമ്രാജ്യവാദത്തെ പ്രതിരോധിക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യയിലും മറ്റും വിഭജനവാദം ഉയരുന്നുണ്ട് എന്നും ഇന്ത്യ ഒന്നായി നിൽക്കണോ അതോ ഹിന്ദി ഇന്ത്യ മതിയോ എന്ന് ഹിന്ദിക്കാർ തന്നെ തീരുമാനിക്കണമെന്നും T.T. കൃഷ്ണമാചാരി തിരിച്ചടിച്ചു. ഇത്തരത്തിൽ ശക്തമായ വാഗ്വാദങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായത്. രാഷ്ട്രഭാഷാ പദവി നൽകി ഹിന്ദി ഭാഷയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്നും നിരവധി പേർ ആവശ്യപ്പെട്ടു. ഭിന്നാഭിപ്രായങ്ങളെ തുടർന്ന് അതൊഴിവാക്കി. ഔദ്യോഗിക ഭാഷ എന്ന് മാത്രമേ നമ്മുടെ ഭരണഘടനയിൽ ഹിന്ദിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. രാഷ്ട്രഭാഷ എന്ന പരാമർശം ഉണ്ടായില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 343 പ്രകാരം ഇന്ത്യൻ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയും ഇന്ത്യൻ യൂണിയൻ്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട അക്കങ്ങളുടെ രൂപം ഭാരതീയ അക്കങ്ങളുടെ രാജ്യാന്തര രൂപവുമാണ്. ഭാരതത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെങ്കിലും ഭരണഘടനയുടെ പ്രാരംഭത്തിന് തൊട്ടു മുമ്പ്, അതായത് 1950 ജനുവരി 26 തൊട്ടു മുമ്പ്
എന്തൊക്കെ ആവശ്യങ്ങൾക്കാണോ ഇംഗ്ലീഷ് ഉപയോഗിച്ചത് ആ ആവശ്യങ്ങൾക്ക് തുടർന്നും 15 വർഷക്കാലം ഇംഗ്ലീഷ് ഉപയോഗിക്കാവുന്നതാണ്. ഈ കാലയളവിൽ രാഷ്ട്രപതിക്ക് പ്രത്യേക ഉത്തരവ് വഴി ഇംഗ്ലീഷിന് പുറമെ ഹിന്ദി ഇന്ത്യൻ യൂണിയൻ്റെ ഏതെങ്കിലും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിക്കാവുന്നതാണെന്ന് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 15 വർഷം കഴിഞ്ഞാലോ അതിന് പ്രത്യേക നടപടി തന്നെ വേണ്ടിവരും. അതായത് 15 വർഷക്കാലത്തിനു ശേഷം ഹിന്ദി ഭാഷയുടെയോ അക്കങ്ങളുടെ ദേവനാഗരി രൂപത്തിൻ്റെയോ ഉപയോഗത്തിന് വ്യവസ്ഥ ചെയ്യാൻ പാർലമെൻറ്റ് നിയമം രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ 1963 ഔദ്യോഗിക ഭാഷാ ആക്ട് പാസാക്കിയത്. ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണം അവിടുത്തെ ജനങ്ങളുടെ മാതൃഭാഷയിലായിരിക്കണം എന്ന കാഴ്ചപ്പാടാണ് ഭരണഘടനാ നിർമ്മാണ സമിതിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തെ ഒന്നിലധികം ഭാഷകളോ ഹിന്ദിയോ ആ സംസ്ഥാനത്തെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകിയത്. ഭരണഘടനയുടെ 345-ാം അനുച്ഛേദത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനുവേണ്ടി ഓരോ നിയമനിർമ്മാണ മണ്ഡലവും, അതായത് ഓരോ സംസ്ഥാനവും നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട് എന്ന് മാത്രം. ഇതിനു പുറമെ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആശയവിനിമയത്തിന് ഉപയോഗിക്കേണ്ട ഭാഷ, ന്യൂനപക്ഷ ഭാഷ, സുപ്രീം കോടതി ഹൈക്കോടതികളിൽ ഉപയോഗിക്കേണ്ട ഭാഷ, നിയമനിർമ്മാണ മണ്ഡലങ്ങളിൽ ഉപയോഗിക്കേണ്ട ഭാഷ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കേരളത്തിൻ്റെ അവസ്ഥ പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. 1956 സംസ്ഥാന പുനഃസംഘടനാ ആക്ട് പ്രകാരമാണ് കേരളം രൂപീകൃതമാകുന്നത്. കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ സർക്കാർ കേരളത്തിലെ ഭരണഭാഷ അനുക്രമമായി മലയാളമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. ഐക്യ കേരളത്തിലെ ആദ്യ നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് PR ഫ്രാൻസിസ് എന്ന MLA ഒരു ചോദ്യം ഉന്നയിച്ചു. ഇതിന് EMS നമ്പൂതിരിപ്പാട് അന്നത്തെ മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെയാണ്: കഴിയുന്നത്ര വേഗത്തിൽ ഔദ്യോഗിക നടപടികൾ മുഴുവൻ മലയാളത്തിലാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. സാങ്കേതികമോ മറ്റോ ആയ കാരണങ്ങളാൽ ഇതിന് ഇന്നുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് പര്യാലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മറുപടി നൽകുന്നത് 30/4/1957. തുടർന്ന് ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, അതായത് ഇക്കാര്യത്തിൽ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി കോമാട്ടിൽ അച്യുതമേനോൻ അധ്യക്ഷനായ ഒരു സമിതിയെ സർക്കാർ നിയോഗിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ K. ഭാസ്കരൻ നായർ, സർക്കാരിൻ്റെ മുഖ്യ പരിഭാഷകനായിരുന്ന K. ദാമോദരൻ, കോഴിക്കോട് ജില്ലാ ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്ന PT. ഭാസ്കര പണിക്കർ, കോട്ടയത്തെ അഭിഭാഷകനായിരുന്ന LC ഐസക് എന്നിവരായിരുന്നു കമ്മിറ്റിയിലെ അംഗങ്ങൾ. സർക്കാരിൻ്റെ അന്നത്തെ മുഖ്യ പരിഭാഷകനായ P. ദാമോദരൻ നായരായിരുന്നു കമ്മിറ്റിയുടെ സെക്രട്ടറി. ഔദ്യോഗിക ഭാഷാ കമ്മിറ്റി രൂപവൽക്കരിച്ചുകൊണ്ടുള്ള 31/8/1957 ഉത്തരവ് സെക്രട്ടേറിയറ്റിലെ പൊതുവകുപ്പ്, അതായത് ഇന്ന് നിലവിലുള്ള പൊതുഭരണ വകുപ്പിൻ്റെ പഴയ പേര് പൊതുവകുപ്പ് പബ്ലിക് ഡിപ്പാർട്ട്മെൻ്റ് എന്നായിരുന്നു. ആ പൊതുവകുപ്പ് 31/8/1957 ഉത്തരവ് പുറപ്പെടുവിച്ചതും ഗസറ്റിൽ പരസ്യപ്പെടുത്തിയതും ഇംഗ്ലീഷിലാണ്. ഐക്യ കേരള പിറവിയെ തുടർന്നുള്ള സെക്രട്ടേറിയറ്റിലെ ഭരണഭാഷ എന്തായിരുന്നു എന്നതിൻ്റെ നേർരേഖയാണിത്. ഭരണസംജ്ഞകൾ ഉൾക്കൊള്ളുന്ന ഒരു ശബ്ദകോശം നിർമ്മിക്കുക, ക്രമപ്രവൃത്തമായി മലയാള ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ നിർദ്ദേശിക്കുക, ഭരണരംഗത്ത് വർദ്ധമാനമായ തോതിൽ മലയാളം ഉപയോഗിക്കുന്നതിന് മലയാളത്തിലെ ചുരുക്കെഴുത്ത്, ടൈപ്പ് റൈറ്റിംഗ് എന്നിവ പരിശോധിക്കുക, ആവശ്യമായ ഇടക്കാല നടപടികൾ നിർദ്ദേശിക്കുക എന്നിവയായിരുന്നു കമ്മിറ്റിക്ക് നൽകിയിരുന്ന വിഷയനിർദ്ദേശങ്ങൾ. ഔദ്യോഗിക ഭാഷാ കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയും ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തു. പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് കമ്മിറ്റി ഒരു പ്രശ്നാവലി തയ്യാറാക്കി പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. അത് പ്രമുഖ വ്യക്തികൾക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി. ഈ പ്രശ്നാവലിക്ക് ധാരാളം പേർ മറുപടി നൽകി. അതിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ നൽകിയ അഭിപ്രായം വളരെ ശ്രദ്ധേയമാണ്. അതിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഒരു ജനതയുടെ
വ്യാപാരങ്ങളും വ്യവഹാരങ്ങളുമെല്ലാം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയിൽ കൂടി നടത്താൻ സാധിക്കും. ഇന്ന് ഗവൺമെൻറ് അധികാരം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിൽ അമർന്നിരിക്കുന്നത് കൊണ്ട് മാത്രമാകുന്നു മലയാള ഭാഷയിൽ സർക്കാർ കാര്യങ്ങൾ നടത്താൻ സാധ്യമാകുമോ എന്ന് ശങ്കയുണ്ടാകുന്നത്. ഒരു കമ്മിറ്റി ആലോചിച്ച് പദങ്ങളും ശൈലികളും ശേഖരിച്ച് ഒരു ഭാഷയെ ശക്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. വ്യായാമം കൊണ്ട് മാത്രം ശരീരം വളരുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നത് പോലെ പ്രയോഗം കൊണ്ട് മാത്രമേ ഒരു ഭാഷയ്ക്ക് ഓജസ് ഉണ്ടാവുകയുള്ളൂ. സർക്കാർ ഉത്തരവുകൾ, ബജറ്റ് പ്രസംഗങ്ങൾ, വിധിന്യായങ്ങൾ മുതലായവ മലയാളത്തിൽ എഴുതണമെന്ന് വന്നാൽ കൂടുതൽ പ്രതിഭയുള്ളവരുടെ തൂലികയിൽ നിന്നും ആവശ്യമായ സുന്ദര പദങ്ങളും രമണീയ ശൈലികളും പുറപ്പെട്ടുകൊള്ളും. അവ മറ്റുള്ളവർ അനുകരിക്കാനും തുടങ്ങും. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ് പനമ്പള്ളിയുടെ ഈ അഭിപ്രായം. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കോമാട്ടിൽ അച്യുതമേനോൻ കമ്മിറ്റിയുടെ ആലോചനകൾ സുഗമമാക്കുന്നതിനും അനുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സഹായകമായിരുന്നു എന്ന് കമ്മിറ്റി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. മലയാളം ഭരണകാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം വളരുകയോ പുഷ്ടിപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന അഭിപ്രായവും അക്കാലത്തുണ്ടായി. അത്തരക്കാർക്ക് വ്യക്തമായ മറുപടി ഔദ്യോഗിക ഭാഷാ കമ്മിറ്റി റിപ്പോർട്ടിൽ ചേർത്തിട്ടുണ്ട്. ഈ രാജ്യത്ത് എത്രയോ നൂറ്റാണ്ടുകളായി മലയാള ഭാഷ ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നും അതിൻ്റെ സ്ഥാനം ഇംഗ്ലീഷ് കൈവശപ്പെടുത്തിയിട്ട് കഷ്ടിച്ച് അരനൂറ്റാണ്ടേ ആയിട്ടുള്ളൂ എന്നും കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭാഷയും ശുദ്ധശൂന്യതയിൽ വളരുകയോ പുഷ്ടിപ്പെടുകയോ ചെയ്യില്ല. മലയാളം ഭരണകാര്യങ്ങൾക്ക് പറ്റിയ വിധത്തിൽ വളർന്നതിനു ശേഷം ഔദ്യോഗിക ഭാഷയായി സ്വീകരിക്കാമെന്ന ചിന്ത പ്രായോഗികമല്ല. 1-2 തലമുറക്കാലത്തെ അവഗണനയുടെ അനിഷ്ടഫലങ്ങളാണ് നമ്മുടെ ഭാഷയിൽ ഇന്നു കാണുന്നത്. അത് ഭാഷയുടെ പോരായ്മയാണെന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടത്. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, പോലീസ്, കൃഷി തുടങ്ങിയ 17 വകുപ്പുകളിൽ ഉടനെ തന്നെ മലയാളം ഉപയോഗിക്കണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. പൊതുമരാമത്ത്, ആരോഗ്യം, വിദ്യുച്ഛക്തി തുടങ്ങിയ സാങ്കേതിക വകുപ്പുകളിൽ 2ാം ഘട്ടത്തിൽ ഭരണഭാഷ മലയാളമാക്കണമെന്നാണ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടത്. സാങ്കേതിക വകുപ്പുകളിൽ ഭാഷാമാറ്റത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ 1 വർഷത്തെ സാവകാശം നൽകണമെന്നും അതത് വകുപ്പുകളിലെ നിയമാവലികൾ അതത് വകുപ്പ് തന്നെ പരിഭാഷപ്പെടുത്തണമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ നടത്തുന്ന ജനങ്ങളുടെ ഭരണം ഏതു വിഷയം അധികരിച്ചുള്ളതായാലും ജനങ്ങളുടെ ഭാഷയിൽ തന്നെ വേണമെന്നുള്ളത് നിർവിവാദമായ സംഗതിയാണ് എന്നാണ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടത്. 1958 സമർപ്പിച്ച റിപ്പോർട്ട് കേരളത്തിലെ ഭരണഭാഷാ മാറ്റത്തിൻ്റെ അടിസ്ഥാന രേഖയാണ്. ഭരണഭാഷാ മാറ്റത്തിന് സഹായകമായി ഭരണശബ്ദകോശം തയ്യാറാക്കി സമർപ്പിച്ച കമ്മിറ്റി 7 കൊല്ലം കൊണ്ട് ഭരണഭാഷാ മാറ്റം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് അഭിപ്രായപ്പെട്ടു. അതിനുവേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അത് സാധ്യമാണെന്നും സാധിക്കണമെന്നും കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. 1957 കോമാട്ടിൽ അച്യുതമേനോൻ അധ്യക്ഷനായ ഔദ്യോഗിക ഭാഷാ കമ്മിറ്റിയെ നിയോഗിച്ച ശേഷം ഭരണഭാഷാ മാറ്റ കാര്യത്തിൽ ആശാവഹമായ നടപടിയുണ്ടായത് 1965 1965 മലയാറ്റൂർ രാമകൃഷ്ണനെ ഔദ്യോഗിക ഭാഷാ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കുന്നത്. സ്പെഷ്യൽ ഓഫീസർ 1965 സമർപ്പിച്ച റിപ്പോർട്ടിൽ 4 വിഭാഗത്തിൽപ്പെട്ട നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നു. അതായത് പൊതുവായ നടപടികൾ, ജില്ലാ തലത്തിലും ആസ്ഥാന കാര്യാലയങ്ങളിലെ ചില കാര്യങ്ങൾക്കും ഭരണഭാഷ മലയാളമാക്കേണ്ട പ്രത്യേക വകുപ്പുകൾ, താലൂക്ക് തലം വരെ മലയാളം ഭരണഭാഷയായി ഉപയോഗിക്കേണ്ട പ്രത്യേക വകുപ്പുകൾ, ഇടക്കാല നടപടികൾ എന്നിങ്ങനെയായിരുന്നു 4 വിഭാഗങ്ങൾ. സ്പെഷ്യൽ ഓഫീസറുടെ ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചു. 1965 നവംബർ 1 മുതൽ അവ നടപ്പിലാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിലെ ഭരണഭാഷാ മാറ്റ നടപടികൾക്ക് നിയമത്തിൻ്റെ പിൻബലം ആവശ്യമാണെന്ന് സർക്കാർ മനസ്സിലാക്കി. കേരള സർക്കാരിനു വേണ്ടി 1968 നവംബർ 15 അന്നത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് നിയമനിർമ്മാണത്തിനുള്ള നടപടി സ്വീകരിച്ചു. അതിനുവേണ്ടി അദ്ദേഹം കേരള ഔദ്യോഗിക ഭാഷ നിയമനിർമ്മാണ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു.
ഭരണഘടനയുടെ 345 അനുച്ഛേദമനുസരിച്ച് ഓരോ സംസ്ഥാനത്തെയും ഭരണഭാഷ എന്തായിരിക്കണമെന്ന് അതതു സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു ബില്ല് ഇതുവരെ പാസ്സാക്കിയിട്ടില്ല. അപ്രകാരമുള്ള ഒരു ബില്ല് പാസ്സാക്കാത്തിടത്തോളം കാലം ഇംഗ്ലീഷ് ആയിരിക്കും കേരളത്തിലെ ഔദ്യോഗിക ഭാഷ എന്നതുകൊണ്ടാണ് താൻ ഈ ബില്ല് അവതരിപ്പിക്കുന്നതെന്നാണ് EMS ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ആമുഖമായി പറഞ്ഞത്. തമിഴ്, കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നും ബില്ലിൽ എപ്രകാരം മാറ്റം വരുത്തണമെന്നും നിർദ്ദേശിക്കുന്നതിനു വേണ്ടി ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് അന്ന് K. കരുണാകരൻ ആവശ്യപ്പെട്ടു. കേരള ഔദ്യോഗിക ഭാഷ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയച്ചില്ല. എന്നാൽ അത് വീണ്ടും ചർച്ചയ്ക്കെടുത്തത് 1969 ജനുവരി 10-നാണ്. നിയമസഭയിൽ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിന് മലയാളമോ ഇംഗ്ലീഷോ ഉപയോഗിക്കാവുന്നതാണ് എന്ന പരാമർശം ആ ബില്ലിലുണ്ടായിരുന്നു. അതിലെ ഇംഗ്ലീഷോ എന്നത് നീക്കം ചെയ്യണമെന്ന് അന്ന് 3 നിയമസഭാ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. KA ശിവരാമഭാരതി, KK അബു, M രാമുണ്ണി എന്നിവരാണവർ. അതിന് EMS നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രമല്ല ഉള്ളത്. വിവിധ സംസ്ഥാനങ്ങൾ ചേർന്നുണ്ടായ ഒരു കേന്ദ്രീകൃത ഭരണം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തിന് പുറത്തുള്ള ആളുകളുണ്ടായിരിക്കും. നമ്മുടെ സംസ്ഥാനത്ത് കാസർഗോഡ് മുതലായ പ്രദേശങ്ങളിൽ ഭാഷാ ന്യൂനപക്ഷ സമുദായങ്ങളും അതുപോലെ ഉദ്യോഗമായിട്ടും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജീവിക്കുന്നവരുമുണ്ട്. അതെല്ലാം വച്ച് നോക്കുമ്പോൾ ഔദ്യോഗിക ഭാഷ അതതു സംസ്ഥാനങ്ങളിലെ ഭാഷയായിരിക്കുമെങ്കിലും ഒരു ബന്ധഭാഷ നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ആ ബന്ധഭാഷ ഹിന്ദി വേണമോ ഇംഗ്ലീഷ് വേണമോ എന്നുള്ളതിനെപ്പറ്റി പിന്നീട് തീരുമാനിക്കാവുന്നതാണ്. എന്നാൽ ഇംഗ്ലീഷിനു പകരം ഹിന്ദി വേണമെന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടും അതിനോട് യോജിക്കാൻ ഈ സർക്കാരിന് നിവൃത്തിയില്ല. ഇന്നത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മലയാളം ഔദ്യോഗിക ഭാഷയാക്കുകയും ഇംഗ്ലീഷ് ബന്ധഭാഷയാക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. EMSൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ചർച്ചയ്ക്ക് ശേഷം അന്നുതന്നെ നിയമസഭ ബില്ല് പാസ്സാക്കി. ഭാഷാ ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന വ്യവസ്ഥ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1973 കേരള ഔദ്യോഗിക ഭാഷ നിയമനിർമ്മാണ ആക്ട് ഭേദഗതി ചെയ്തു. ആക്ടിൻ്റെ പേരിലെ നിയമനിർമ്മാണം എന്ന പദം നീക്കം ചെയ്യുകയും കേരള ഔദ്യോഗിക ഭാഷകൾ ആക്ട് 1969 എന്നാക്കുകയും ചെയ്തു. ഭേദഗതി ഉൾപ്പെടെയുള്ള ഈ ആക്ടിന് 3 വകുപ്പുകളേയുള്ളൂ. ഭരണഘടനയുടെ 346, 347 അനുച്ഛേദങ്ങളിലെ വ്യവസ്ഥകൾക്ക് ദോഷം തട്ടാത്ത വിധത്തിൽ സംസ്ഥാനത്തെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഭാഷകൾ മലയാളവും ഇംഗ്ലീഷും ആയിരിക്കേണ്ടതാണ് എന്നാണ് ആക്ടിലെ 1A വകുപ്പ് പറയുന്നത്. അതോടൊപ്പം സംസ്ഥാനത്തെ ഏതെങ്കിലും വകുപ്പുകളിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മലയാളമോ ഇംഗ്ലീഷോ ഉപയോഗിക്കണമെന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ 1B വകുപ്പ് സർക്കാരിന് അധികാരം നൽകുന്നുണ്ട്. ഇങ്ങനെ സർക്കാർ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനം നിയമസഭ മുമ്പാകെ വയ്ക്കണം എന്നതാണ് മറ്റൊരു വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട ഭാഷ ഇംഗ്ലീഷോ മലയാളമോ ആയിരിക്കേണ്ടതാണെന്നാണ് ആക്ടിലെ 2-ാം വകുപ്പ് പറയുന്നത്. അതേസമയം ഭാഷാ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച വ്യവസ്ഥകൾ 3-ാം വകുപ്പിൽ പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപ്രകാരം സംസ്ഥാനത്തെ തമിഴരും കർണാടകക്കാരുമായ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സെക്രട്ടേറിയറ്റുമായും വകുപ്പ് അധ്യക്ഷന്മാരുമായും ഭാഷാ ന്യൂനപക്ഷ പ്രദേശങ്ങളെന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ള മേഖലകളിലെ ഓഫീസുകളുമായും അവരുടെ ന്യൂനപക്ഷ ഭാഷയിൽ കത്തിടപാടുകൾ നടത്താവുന്നതാണ്. അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് നൽകുന്ന മറുപടി അവരുടെ ന്യൂനപക്ഷ ഭാഷയിലായിരിക്കണമെന്നതാണ് 3-ാം വകുപ്പിലെ പ്രത്യേക നിബന്ധന. അതേസമയം സംസ്ഥാനത്തെ മറ്റ് ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സർക്കാർ ഓഫീസുമായുള്ള കത്തിടപാടുകളിൽ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാവുന്നതാണ്. ഔദ്യോഗിക ഭാഷകൾ ആക്ട് നടപ്പിലാക്കിയതിന് ശേഷം ഭരണഭാഷാ മാറ്റ നടപടികൾക്ക് പുത്തൻ ഉണർവുണ്ടായത് TN ജയചന്ദ്രൻ ഔദ്യോഗിക ഭാഷ സ്പെഷ്യൽ ഓഫീസറായി ചുമതലയേറ്റപ്പോഴാണ്. ഔദ്യോഗിക ഭാഷ മലയാളമാക്കുന്ന കാര്യത്തിൽ ഓരോ ഓഫീസ് തലവനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്നും പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവ വകുപ്പ് തലവൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. സർക്കാർ ഓഫീസുകളുടെ ബോർഡുകൾ മലയാളത്തിൽ കൂടി പ്രദർശിപ്പിക്കണം.
സർക്കാരിൻ്റെ വാഹനങ്ങളുടെ ബോർഡുകളിൽ മലയാളത്തിൽ കൂടി രേഖപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കണം തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ ഇക്കാലത്ത് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ കാലയളവിലാണ് ഭരണഭാഷാ മാറ്റത്തിനു വേണ്ടി സർക്കാർ 5 വർഷ പരിപാടി അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് 1978 തുടങ്ങി 1982 വരെയുള്ള 5 വർഷം കൊണ്ട് ഭരണമണ്ഡലത്തിൻ്റെ വിവിധ തലങ്ങളിൽ മലയാളം ഔദ്യോഗിക ഭാഷയാക്കുകയായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി ഭരണഭാഷ എന്ന പേരിൽ ഔദ്യോഗിക ഭാഷാ വകുപ്പ് ഒരു മാസികയും പ്രസിദ്ധീകരിച്ചിരുന്നു. TN ജയചന്ദ്രനായിരുന്നു അതിൻ്റെ പത്രാധിപർ. അതിനെ തുടർന്ന് മന്ത്രിസഭാ യോഗങ്ങളിൽ സമർപ്പിക്കുന്ന കുറിപ്പുകളും മന്ത്രിസഭാ തീരുമാനങ്ങളും കഴിയുന്നിടത്തോളം മലയാളത്തിൽ ആയിരിക്കണമെന്ന് എല്ലാ വകുപ്പുകൾക്കും സർക്കാർ നിർദ്ദേശം നൽകുകയുണ്ടായി. ഓരോ വകുപ്പിലെയും കോഡുകൾ, മാനുവലുകൾ, ഫാറങ്ങൾ തുടങ്ങിയവ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ വകുപ്പിലും പരിഭാഷാ സെൽ രൂപവൽക്കരിക്കണമെന്ന് നിർദ്ദേശം നൽകി. മലയാള പത്രങ്ങൾക്ക് നൽകുന്ന പരസ്യങ്ങൾ മലയാളത്തിലായിരിക്കണം എന്ന നിർദ്ദേശം നൽകി. ഭരണ റിപ്പോർട്ടുകൾ മലയാളത്തിൽ കൂടി തയ്യാറാക്കണമെന്ന നിർദ്ദേശം നൽകി. ഇത്തരത്തിൽ ധാരാളം നിർദ്ദേശങ്ങൾ ഇക്കാലത്ത് പുറപ്പെടുവിക്കുകയുണ്ടായി. ഇക്കാലത്ത് തന്നെയാണ് കേരള ഔദ്യോഗിക ഭാഷകൾ ആക്ടിലെ 1B വകുപ്പ് പ്രകാരം വിവിധ വകുപ്പുകളിലെ ഭരണഭാഷ മലയാളമാക്കിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തുടങ്ങിയത്. നിയമപരമായി ഇംഗ്ലീഷും ന്യൂനപക്ഷ ഭാഷകളും ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ ഒഴികെയുള്ള എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മലയാളം ഉപയോഗിക്കണമെന്നാണ് വിജ്ഞാപനത്തിലൂടെ നിർദ്ദേശിച്ചത്. ഈ രീതി 2014 ഡിസംബർ വരെ തുടർന്നു. 2015 കേരള സർക്കാർ പുതിയ 2 വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചു. കേരളത്തിലെ എല്ലാ വകുപ്പുകളിലും ഭരണഭാഷ മലയാളമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിജ്ഞാപനമായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത്. കേരളത്തിലെ ഭരണരംഗത്ത് നിയമപരമായി ഇംഗ്ലീഷ് ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നും സർക്കാർ 2ാമത്തെ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരുമായുള്ള കത്തിടപാടുകൾ, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുമായുള്ള കത്തിടപാടുകൾ, ഇതര സംസ്ഥാനങ്ങൾ, ഇതര രാജ്യങ്ങൾ, ഹൈക്കോടതി, സുപ്രീം കോടതി, നിയമപരമായി ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ, തമിഴ്, കന്നഡ എന്നിവരല്ലാതെയുള്ള ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന മറുപടി എന്നീ സാഹചര്യങ്ങളിൽ മാത്രം കത്തിടപാടുകൾക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാമെന്ന് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കേരളത്തിലെ ജനങ്ങൾക്ക് സേവനം ഇപ്പോൾ അവകാശമാണ്. നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ നിന്ന് ജനങ്ങൾക്ക് മലയാളത്തിൽ കത്തുകളും ഉത്തരവുകളും ലഭിക്കുകയെന്നതും ജനങ്ങളുടെ അവകാശമാണ്. ഭാഷാപരമായ മനുഷ്യാവകാശം. നിയമപരമായി ഇംഗ്ലീഷും ന്യൂനപക്ഷ ഭാഷകളും ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിലൊഴികെ ഫയലുകൾ മലയാളത്തിൽ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഓഫീസിൽ നിന്ന് ഈ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് മലയാള ഭാഷയിലല്ലാത്ത കത്തുകളോ ഉത്തരവുകളോ പുറപ്പെടുവിച്ചതായി ജനങ്ങളിൽ നിന്ന് പരാതി ലഭിച്ചാൽ അതിന്മേൽ 1 മാസത്തിനകം ഔദ്യോഗിക ഭാഷാ വകുപ്പ് നടപടി സ്വീകരിക്കുന്നതാണ്. ഇതിനുവേണ്ടി 2012 കേരള സംസ്ഥാന സേവനാവകാശ ആക്ട് പ്രകാരം ഔദ്യോഗിക ഭാഷാ വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഭരണഭാഷാ വ്യാപന നടപടികളുടെ ചുമതല സെക്രട്ടേറിയറ്റിലെ ഔദ്യോഗിക ഭാഷാ വകുപ്പിനാണ്. ഭരണഭാഷാ മാറ്റ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനും സമയബന്ധിതമായി അവലോകനം ചെയ്യുന്നതിനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല സമിതി, ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല സമിതി, വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ വകുപ്പുതല സമിതി, വകുപ്പ് തലവൻ്റെ അധ്യക്ഷതയിൽ വകുപ്പുതല ഏകോപന സമിതി, ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാതല ഏകോപന സമിതി തുടങ്ങിയവ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമേ കേരളത്തിലെ ഭരണഭാഷാ മാറ്റം സംബന്ധിച്ച് സർക്കാരിന് ആവശ്യമായ ഉപദേശം നൽകുക, ഭരണഭാഷാ മാറ്റ നടപടികൾ വിലയിരുത്തുക, ഭാഷാമാറ്റ നടപടികളിൽ വീഴ്ചയുണ്ടായാൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നിയമസഭാ സമിതിയും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിലുള്ള നിയമസഭാ സമിതിയുടെ അധ്യക്ഷ ES ബിജിമോൾ MLA ആണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച ഉന്നതതല സമിതിയുടെ 2/9/2013 യോഗം മാതൃഭാഷ സംബന്ധിച്ച സമഗ്രമായ നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ഭാഷയ്ക്ക് സർവതോമുഖമായ പുരോഗതിയുണ്ടാകൂ എന്ന് വിലയിരുത്തി. ആ സമിതി സമഗ്രമായ ഒരു ഭാഷാ നിയമം ഉണ്ടാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ സെക്രട്ടേറിയറ്റിലെ ഔദ്യോഗിക ഭാഷാ വകുപ്പിനെ ചുമതലപ്പെടുത്തി.
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷാ നിയമത്തിന് ആവശ്യമായ പ്രാഥമിക രൂപരേഖ തയ്യാറാക്കാൻ കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ വകുപ്പിലെ ഭാഷാ വിദഗ്ധനായ ആർ ശിവകുമാറിനെ ചുമതലപ്പെടുത്തി. ഭാഷാ വിദഗ്ധൻ 2013 ഡിസംബറിൽ സമർപ്പിച്ച രൂപരേഖയിൽ കേരളീയരുടെ വിദ്യാഭ്യാസം, ഭരണം, നിയമം തുടങ്ങി എല്ലാ സാമൂഹിക മണ്ഡലങ്ങളിലും മലയാളത്തിൻ്റെ വ്യാപനവും പ്രയോഗക്ഷമതയും ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. പഠനരംഗത്ത് മലയാള ഭാഷയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ആവശ്യകത, 10ാം ക്ലാസ്സിനു ശേഷം മലയാളം പഠിക്കേണ്ടതിൻ്റെ പ്രസക്തി, മലയാള നിയമത്തിൻ്റെ ആവശ്യകത, മലയാള ഭാഷാ നിയമത്തിൽ ഉൾപ്പെടുത്തേണ്ട വ്യവസ്ഥകൾ തുടങ്ങിയവ രൂപരേഖയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇതിനിടെ ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച നിയമസഭാ സമിതിയും മലയാള ഭാഷാ നിയമം തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട വ്യവസ്ഥകളെപ്പറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ ബോധനം, നിയമപഠനം, നീതി നിർവഹണം, നിയമനിർമ്മാണം, കമ്പ്യൂട്ടർ സാങ്കേതിക മേഖല, ഗവേഷണം, മാധ്യമം, ഭാഷാ ന്യൂനപക്ഷം, നിയമനം, ഭരണം തുടങ്ങിയ മേഖലകളിൽ മലയാള ഭാഷ വ്യാപനം ഉറപ്പാക്കേണ്ട വസ്തുതകളെപ്പറ്റി പ്രതിപാദിച്ചിരുന്നു. പാലോടി രവി, പി ഐഷ പോറ്റി, ഇ ചന്ദ്രശേഖരൻ, ഡോക്ടർ KT ജലീൽ, KNA ഖാദർ, TU കുരുവിള, R രാജേഷ്, K ശിവദാസൻ നായർ, PC വിഷ്ണുനാഥ് എന്നിവരായിരുന്നു നിയമസഭാ സമിതി അംഗങ്ങൾ. നിയമസഭാ സമിതിയുടെ റിപ്പോർട്ടും ഭാഷാ വിദഗ്ധൻ സമർപ്പിച്ച ഭാഷാ നിയമത്തിനുള്ള രൂപരേഖയും ഇവയിന്മേൽ നിയമം, വിദ്യാഭ്യാസം, പൊതുഭരണം തുടങ്ങി വിവിധ വകുപ്പുകൾ ലഭ്യമാക്കിയ അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മലയാള ഭാഷ വ്യാപനവും പരിപോഷണവും ബില്ല് കേരള സർക്കാർ തയ്യാറാക്കിയത്. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രീമതി സുഗതകുമാരി, സർവശ്രീ പെരുമ്പടവം ശ്രീധരൻ, R ഗോപാലകൃഷ്ണൻ, K ജയകുമാർ എന്നിവരെ സർക്കാർ നിയോഗിച്ചു. തുടർന്ന് 17/12/2015 മലയാള ഭാഷ വ്യാപനവും പരിപോഷണവും ബിൽ കേരള നിയമസഭ പാസാക്കി. രാഷ്ട്രപതിയുടെ അനുമതിക്ക് വേണ്ടി ആ ബില്ല് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിന് അനുമതി ലഭിച്ചിട്ടില്ല. ഭരണഭാഷാ വ്യാപനത്തിനു വേണ്ടി നിർദ്ദേശങ്ങൾ നൽകുക മാത്രമല്ല, നിരവധി സഹായക നടപടികളും പ്രോത്സാഹന നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ മലയാളത്തോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഭരണഭാഷാ പരിശീലന പരിപാടി സർക്കാർ തലത്തിൽ സംഘടിപ്പിച്ചു വരുന്നു. അതുപോലെ കമ്പ്യൂട്ടറിൽ മലയാളത്തിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മലയാളം യൂണിക്കോഡ് പരിശീലനവും നൽകുന്നുണ്ട്. ഔദ്യോഗിക ഭാഷാ വകുപ്പ് തയ്യാറാക്കിയ ഭരണ മലയാളം ഓൺലൈൻ നിഘണ്ടുവും മൊബൈൽ ആപ്ലിക്കേഷനും ഉദ്യോഗസ്ഥർക്ക് ഏറെ പ്രയോജനപ്രദമാണ്. glossary.kerala.gov.in എന്നതാണ് ഓൺലൈൻ നിഘണ്ടുവിൻ്റെ ഡൊമൈൻ വിലാസം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഭരണ മലയാളം എന്ന് തിരഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. മാത്രമല്ല, കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഭരണഭാഷ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഭരണഭാഷ അവബോധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഭരണഭാഷ മലയാളമാക്കുന്ന പ്രക്രിയകളിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. അവർക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ പുരസ്കാരവും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഭാഷാ സേവന പുരസ്കാരം, ഭരണഭാഷാ ഗ്രന്ഥരചനാ പുരസ്കാരം എന്നിവയാണവ. ഇതിനു പുറമെ ഭരണഭാഷാ മാറ്റ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന ജില്ലയ്ക്കും വകുപ്പിനും പ്രത്യേക ഭരണഭാഷാ പുരസ്കാരങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഭരണരംഗത്ത് ഉപയോഗിക്കേണ്ട പദാവലിയെക്കുറിച്ചും കേരള സർക്കാരിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇതര ഭാഷകളിലെ പദങ്ങൾക്ക് ലളിതവും കൃത്യവും പരക്കെ അംഗീകരിക്കപ്പെട്ടതുമായ പദങ്ങളുണ്ടെങ്കിൽ അവ ഭരണരംഗത്ത് ഉപയോഗിക്കാമെന്നതാണ് ഭരണഭാഷയിലെ പദസ്വീകാര നയം. ഉദാഹരണത്തിന് ചീഫ് മിനിസ്റ്റർ എന്നതിന് മുഖ്യമന്ത്രി എന്ന് പരിഭാഷ നൽകാം. അതേസമയം മലയാളിക്ക് സുപരിചിതമായി കഴിഞ്ഞിട്ടുള്ള ഇതര ഭാഷാ പദങ്ങൾക്ക് കൃത്യമായ മലയാള പദങ്ങൾ ഇല്ലെങ്കിൽ അവ തൽസമമായോ തൽഭവമായോ മലയാളത്തിൽ ഉപയോഗിക്കാം. ചീഫ് സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി എന്നിവയ്ക്ക് മലയാളം അന്വേഷിക്കേണ്ടതില്ല എന്നു സാരം. ഭരണരംഗത്ത് വികലമായ പരിഭാഷകൾ ഒഴിവാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചില പരിഭാഷകളിൽ വികലമായ പ്രയോഗങ്ങൾ കാണാനിടയായതിനെക്കുറിച്ച് മുമ്പ് C അച്യുതമേനോൻ നിയമസഭാ പ്രസംഗത്തിനിടെ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1973 ഔദ്യോഗിക ഭാഷാ ആക്ടിൻ്റെ ഭേദഗതി ആക്ടിന് വേണ്ടിയിട്ടുള്ള ബില്ല് അവതരിപ്പിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആ ഭാഗം ഞാൻ വായിക്കാം. ഇംഗ്ലീഷ് പദങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല.
അതിനു പകരം മലയാളം തന്നെ ഉപയോഗിക്കണമെന്നുള്ള നിർബന്ധം ചില തർജ്ജമക്കാർ കാണിച്ചതിൻ്റെ ഫലമായി വളരെ വിചിത്രമായ തർജ്ജമകൾ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഉദാഹരണത്തിന് ഫയൽ എന്നുള്ളതിന് സഞ്ചയം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, സഞ്ചയവും സഞ്ചയനവും ഒന്നും നമുക്ക് വേണ്ട, അതൊക്കെ ആളുകൾ മരിക്കുമ്പോൾ മതി. അതുകൊണ്ട് ഫയൽ എന്നുള്ളത് ഫയലായി തന്നെ ഇരുന്നാൽ മതി, ഒരു ദോഷവും വരികയില്ല. നേരെ മറിച്ച് അത് മലയാള ഭാഷയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. സി അച്യുതമേനോൻ്റെ ഈ വാക്കുകൾ കേരളത്തിലെ ഭരണഭാഷാ പദസ്വീകാര നയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് വാസ്തവം. ഭരണഭാഷ സംബന്ധിച്ച ഗ്രന്ഥങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ കേരള സർക്കാരും ഭാഷാസ്നേഹികളും വിവിധ തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോമാട്ടിൽ അച്യുതമേനോൻ കമ്മിറ്റി തയ്യാറാക്കി 1960 കേരള സർക്കാർ പ്രസിദ്ധീകരിച്ച ഭരണശബ്ദകോശത്തെക്കുറിച്ച് മുമ്പ് പരാമർശിച്ചിരുന്നു. ഭരണരംഗത്ത് ഉപയോഗിക്കുന്ന 10,000-ഓളം ഇതര ഭാഷാ പദങ്ങളും അവയുടെ മലയാള രൂപങ്ങളും ഈ ശബ്ദകോശത്തിലുണ്ട്. മലയാള രൂപങ്ങളുടെ ദേവനാഗരി രൂപവും ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. കേരള സർക്കാർ പ്രസിദ്ധീകരിച്ച ഭരണഭാഷാ പ്രയോഗ പദ്ധതി, മലയാളം ഇംഗ്ലീഷ് ഭരണശബ്ദ സഹായി, മലയാളം നമ്മുടെ ഭരണഭാഷ, ഭരണഭാഷാ പഠന പദ്ധതി, ഭരണഭാഷ പദകോശം, ഏറ്റവും അവസാനം 2019 നവംബർ 1 പ്രസിദ്ധീകരിച്ച മലയാളം എൻ്റെ അവകാശം എന്നിവ ഭരണഭാഷാ മേഖലയിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭരണശബ്ദാവലി, വി.കെ. നാരായണൻ്റെ ഭരണഭാഷാ പീഠിക, ഡോക്ടർ എം.വി. തോമസിൻ്റെ അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങളുണ്ട്. ജനകീയ ഭരണം ജനങ്ങളുടെ ഭാഷയിൽ, ഭരണഭാഷാ പ്രശ്നങ്ങൾ, ഭരണഭാഷ പ്രായോഗിക തലത്തിൽ, ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയുടെ ഭാഷയും ഭരണഭാഷയും, ഡോക്ടർ ഒ വാസവൻ്റെ ഭരണഭാഷാ നിഘണ്ടു, ആർ ശിവകുമാറിൻ്റെ ഭരണഭാഷാ പ്രയോഗങ്ങൾ, ആർ ശിവകുമാറും AR സ്മിത ശ്രേയസും ചേർന്ന് തയ്യാറാക്കിയ മലയാളം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷാ നിഘണ്ടു, ഭരണശബ്ദ നിഘണ്ടു, AR സ്മിത ശ്രേയസിൻ്റെ ഭരണരംഗത്തെ കത്തിടപാടുകൾ എന്നിവ ഭരണഭാഷാ മാറ്റത്തിന് ഏറെ സഹായകമായ കൃതികളാണ്. കേരളത്തിലെ നീതിന്യായ രംഗത്തും മലയാളത്തിന് പ്രാമുഖ്യം നൽകണമെന്ന ചിന്തയാണ് കേരള സർക്കാരിനുള്ളത്. അതിനുവേണ്ടി 1908 സിവിൽ നടപടി നിയമത്തിൻ്റെ 137 വകുപ്പ് പ്രകാരവും 1898 ക്രിമിനൽ നടപടി നിയമത്തിൻ്റെ 558 വകുപ്പ് പ്രകാരവും സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വിജ്ഞാപനങ്ങൾ പ്രകാരം കേരളത്തിൽ ഹൈക്കോടതിക്ക് കീഴിലുള്ള സിവിൽ ക്രിമിനൽ കോടതികളിൽ വിധിന്യായം എഴുതുന്നതിനും മറ്റു കോടതി നടപടികൾക്കും ഇംഗ്ലീഷോ മലയാളമോ ഉപയോഗിക്കാവുന്നതാണ്. കേരളത്തിലെ കോടതി കാര്യങ്ങൾ മലയാളത്തിലാക്കുന്നതിന് വേണ്ടി പ്രത്യേക പഠനം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേരള സർക്കാർ ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് KK നരേന്ദ്രൻ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് 1985 ഇക്കാര്യത്തിൽ വിശദമായ പഠനം നടത്തിയ കമ്മിറ്റി കോടതി നടപടികൾ മാതൃഭാഷയിലാക്കുന്ന പ്രക്രിയയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണെന്നാണ് അഭിപ്രായപ്പെട്ടത്. കേരളത്തിൽ ഇതിനകം പല വകുപ്പുകളിലും മലയാളം ഔദ്യോഗിക ഭാഷയാക്കിയതുപോലെ നീതിന്യായ ഭരണത്തിലും ഇത് നടപ്പാക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണെന്നാണ് സമിതി പ്രസ്താവിച്ചത്. അതിനാൽ സാധാരണക്കാരനായ വ്യവഹാരിക്കും കോടതി നടപടികൾക്കും മധ്യേ നിലകൊള്ളുന്ന ഇംഗ്ലീഷ് ഭാഷയാകുന്ന ഇരുമ്പു മറ മാറ്റിയാലല്ലാതെ സാധാരണക്കാർക്ക് നമ്മുടെ കോടതി നടപടികളിൽ കൂടുതൽ സജീവമായി സഹകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് കോടതി ഭാഷ മലയാളമാക്കുന്ന പ്രക്രിയ മുഴുമിപ്പിക്കാതെ നിവൃത്തിയില്ല എന്ന് കമ്മിറ്റി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിശോധിച്ചത് ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാരടങ്ങിയ ജഡ്ജസ് കമ്മിറ്റിയാണ്. ജഡ്ജസ് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോടതി ഭാഷ മലയാളമാക്കുന്ന നടപടികൾ ഏകോപിപ്പിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പാണ്. കോടതി ഭാഷ മലയാളമാക്കുന്ന നടപടികളുടെ ഭാഗമായി 1987 പ്രസിദ്ധീകരിച്ച നിയമശബ്ദാവലി ഔദ്യോഗിക ഭാഷ നിയമനിർമ്മാണ കമ്മീഷൻ പരിഷ്കരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിയമധ്വനി എന്ന പേരിൽ ഒരു നിയമ ജേണലും നിയമവകുപ്പ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മലയാളത്തിൻ്റെ ഉപയോഗം വ്യാപകമാക്കിയാൽ മാത്രമേ അതിൻ്റെ ഗുണം ഭരണരംഗത്ത് പ്രതിഫലിക്കുകയുള്ളൂ. കേരളത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ഒരു പഠിതാവ്
കേരളത്തിൻ്റെ പൊതുഭാഷയായ മലയാളം ഒരു വിഷയമായിട്ടെങ്കിലും പഠിച്ചിരിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നത് 2010 കാലഘട്ടത്തിലാണ്. തുടർന്ന് 2011 കേരള സർക്കാർ ഒന്നാം ഭാഷാ ഉത്തരവ് പുറപ്പെടുവിച്ചു. കേരളത്തിലെ മാതൃഭാഷാ പഠനത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ, ഭാഷാ പഠനം ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ എന്നിവ സംബന്ധിച്ച് പഠനം നടത്തിയ 2 കമ്മിറ്റികൾ, ഡോക്ടർ RVG മേനോൻ്റെ അധ്യക്ഷതയിലുള്ള സമിതി, അതുപോലെ സ്കൂളുകളിൽ മലയാള പഠനം നിർബന്ധമാക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് സർക്കാർ നിയോഗിച്ച പ്രൊഫസർ ONV കുറുപ്പിൻ്റെ അധ്യക്ഷതയിലുള്ള സമിതി, ഈ 2 സമിതികളുടെയും നിർദ്ദേശങ്ങളായിരുന്നു ഒന്നാം ഭാഷാ ഉത്തരവിന് അടിസ്ഥാനം. ഏതു ദേശത്തു നിന്ന് എത്തുന്നവർക്കും ഏത് സാംസ്കാരിക പശ്ചാത്തലത്തിൽ വളർന്നവർക്കും ഐക്യപ്പെടാനുള്ള ഒരു പൊതു ഇടമായി കേരളത്തിൽ മലയാളത്തെ കാണണം. വിഭാഗീയ ചിന്തകൾ, ഭീകരവാദം, മറ്റു ഛിദ്രവാസനകൾ തുടങ്ങിയവ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തിൽ ഐക്യപ്പെടലിൻ്റെ അടിസ്ഥാന ഘടകമെന്ന നിലയിൽ ദേശത്തിൻ്റെ ഭാഷ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ മുഖ്യ ഘടകമായി മാറണം എന്നാണ് ഡോക്ടർ RVG മേനോൻ കമ്മിറ്റി അഭിപ്രായപ്പെട്ടത്. ദേശീയോദ്ഗ്രഥന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം നിർവഹിക്കുന്ന എല്ലാ കുട്ടികളും മലയാള ഭാഷ നിർബന്ധമായും പഠിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ സാമൂഹിക ജീവിതവുമായി ഇണങ്ങിച്ചേരുന്നതിനും ഭരണ സംവിധാനങ്ങളുമായി ഇടപെടുന്നതിനുള്ള ശേഷി ആർജിക്കുന്നതിനും സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്നതിനും ഈ ഭാഷാ പഠനം സഹായകമാകണം എന്നാണ് പ്രൊഫസർ ONV കുറുപ്പിൻ്റെ അധ്യക്ഷതയിലുള്ള സമിതി നിരീക്ഷിച്ചത്. ഒന്നാം ഭാഷാ ഉത്തരവിറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലായില്ല. കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് നിർബന്ധിത മലയാള ഭാഷാ പഠനത്തിന് നിയമപരിരക്ഷ ആവശ്യമായി വന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മലയാള ഭാഷ ഒരു വിഷയമായി പഠിപ്പിക്കുന്നതിന് വേണ്ടി മലയാള ഭാഷാ പഠന ആക്ട് 2017 പാസാക്കിയത് ഈ പശ്ചാത്തലത്തിലാണ്. ഇതിലൂടെ കേരളത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് ഒരു വിഷയമായി മലയാളം പഠിക്കുന്നതിനുള്ള സാഹചര്യം ലഭിക്കുന്നുണ്ട്. ഭാവി തലമുറയുടെ നല്ല സംസ്കാരത്തിനായി ഇന്നത്തെ കേരളത്തിന് ചെയ്യാൻ കഴിഞ്ഞ മഹത്തായ ഒരു കർമ്മമാണിത്. അനതിവിദൂര ഭാവിയിൽ മലയാള ഭാഷയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഭാഷാ മാറ്റത്തിന് ഈ നടപടി സഹായകമാകുമെന്നതിൽ ഒരു തർക്കവുമില്ല. കേരളത്തിലെ ഭരണഭാഷ മലയാളമാക്കുന്നതിനാവശ്യമായ ധാരാളം നടപടികൾ കേരള സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില ഉത്തരവുകളെക്കുറിച്ച് കൂടി പറയുകയാണെങ്കിൽ, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകൾ ഉൾപ്പെടെ എല്ലാ ഓഫീസുകളിൽ നിന്നും അയക്കുന്ന കത്തുകളുടെ മുകൾ ഭാഗത്ത് ഭരണഭാഷ മാതൃഭാഷ എന്ന് രേഖപ്പെടുത്തണം. മലയാളം നമ്മുടെ ഭരണഭാഷ, ഹർജികളും നിർദ്ദേശങ്ങളും ദയവായി മലയാളത്തിൽ നൽകുക എന്നീ ബോർഡുകൾ എല്ലാ ഓഫീസുകളിലും പ്രദർശിപ്പിക്കണം. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് നിലവിലുള്ള അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് വിവിധ സർക്കാർ വകുപ്പുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഫാറങ്ങളും സർട്ടിഫിക്കറ്റുകളും ദ്വിഭാഷയിലായിരിക്കണം. സർക്കാർ വെബ്സൈറ്റുകളിലെ വിവരങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കണം. വിവിധ വകുപ്പുകളിലെ ആഭ്യന്തര പരിശോധനാ സംവിധാനത്തിൽ ഭരണഭാഷാ മാറ്റ പുരോഗതി എന്ന ഇനം കൂടി ഉൾപ്പെടുത്തി പരിശോധന നടത്തണം. തുടങ്ങി ഭരണഭാഷാ മാറ്റത്തിന് ആവശ്യമായ നിരവധി നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രയോഗതലത്തിലെത്തണമെങ്കിൽ ഭരണതലം മുതൽ ജനങ്ങൾ വരെയുള്ള എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. കേരളത്തിലെ ഭരണ നടപടികൾക്ക് ഉപയുക്തമായ ഭാഷ മലയാളം തന്നെയാണ്. നിയമപരമായി ഇംഗ്ലീഷും ന്യൂനപക്ഷ ഭാഷകളും ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിലൊഴികെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഭരണരംഗത്ത് മലയാളമേ ഉപയോഗിക്കാവൂ. ഭരണരംഗത്ത് ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഇത് അത്യന്താപേക്ഷിതമാണ്. വിവരാവകാശ ആക്ട് പോലുള്ള പൊതുതാൽപര്യ നിയമങ്ങൾ നിലവിലുള്ള ഇക്കാലത്ത് നീതി നിഷേധങ്ങൾക്കെതിരെയും സാമൂഹിക തിന്മകൾക്കെതിരെയുമുള്ള ജനങ്ങളുടെ ഇടപെടലുകൾക്കും ജനഹിത പാതയിലൂടെയുള്ള ഭരണത്തിൻ്റെ ചലനാത്മകതയ്ക്കും ഇത് അനിവാര്യമാണ്. ജനാധിപത്യ വ്യവസ്ഥ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലും ഫലപ്രദമായ രീതിയിലും പ്രാവർത്തികമാകുന്നതിന് മാതൃഭാഷയിൽ അധിഷ്ഠിതമായ ഭരണഭാഷാ വ്യാപനം കൂടിയേ തീരൂ. കേരള നിയമസഭയുടെ 1984 എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ 3ാമത് റിപ്പോർട്ടിൽ ഭരണഭാഷയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ആദ്യകാലത്ത് ഇന്ത്യയിൽ പലയിടത്തും അധികാരത്തിൻ്റെ ഭാഷ സംസ്കൃതമായിരുന്നു. ഇംഗ്ലീഷുകാരുടെ ആധിപത്യത്തോടെ ഭരണഭാഷ ഇംഗ്ലീഷായി. ജനങ്ങൾക്ക് വശമില്ലാത്ത ഒരു ഭാഷയിലൂടെ
ദുരൂഹതയും ഭയവും ആദരവും കൊണ്ടുള്ള പുകമറ സൃഷ്ടിക്കേണ്ടത് അന്നത്തെ അധികാരി വർഗത്തിൻ്റെ ആവശ്യമായിരുന്നു. അവരുടെ ഭാഷകളും അതിനനുയോജ്യമായിരുന്നു. ഇന്ന് സ്ഥിതി അതല്ല. ഭാഷ അറിയാനും അറിയിക്കാനും അടുക്കാനുമുള്ള ഒരു മാധ്യമമാണ്. അത് മാതൃഭാഷയാകുമ്പോൾ വൈകാരിക ബന്ധം കൂടി ഉൾക്കൊള്ളുന്നു. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ ഭാഷയിൽ ഭരിക്കേണ്ടത് ജനസാമാന്യത്തിൻ്റെ ഭരണത്തിലുള്ള ഭാഗഭാഗിത്വത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ആവശ്യകതയാണ്. ഭരണഭാഷ മാതൃഭാഷയായാലേ പറയാനുള്ളത് പറയാനും അവകാശപ്പെടാനുള്ളത് അവകാശപ്പെടാനും സാധാരണക്കാരന് കഴിയൂ. തീർച്ചയായും ജനങ്ങളുടെ ഭാഷാപരമായ അവകാശം സംരക്ഷിക്കുന്നതിന് അതത് സമയത്ത് സർക്കാർ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാകുന്നുണ്ടോ എന്ന ഒരു സംശയമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. തീർച്ചയായും ജനപങ്കാളിത്തം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. മാധ്യമങ്ങളുടെ സഹകരണം ഉണ്ടാകേണ്ടതുണ്ട്. സർവീസ് സംഘടനകളുടെ പങ്കാളിത്തം ഭരണഭാഷാ മാറ്റത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ധാരാളം ഘടകങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ മലയാളം ഭരണഭാഷയായി നടപ്പാകാത്തതിന് കാരണമായി നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇന്ന് കേരളത്തിൽ ജനങ്ങളുടെ അവകാശമാണ് ജനങ്ങളുടെ ഭാഷയിൽ കത്തുകളും ഉത്തരവുകളും ലഭിക്കുക എന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2012 സേവന അവകാശ ആക്ട് പ്രകാരം കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് നിയമപരമായി 7 സാഹചര്യങ്ങളിൽ കത്തിടപാടുകൾക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാം. ആ സാഹചര്യങ്ങൾ അല്ലാതെ, അതുപോലെ തമിഴും കന്നഡയും ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളും, അത്തരം സാഹചര്യങ്ങളിൽ അല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ മലയാളത്തിൽ അല്ലാതെ മറ്റൊരു ഭാഷയിൽ കത്തിടപാട് നടത്തിയതായി സർക്കാരിന് ഒരു പരാതി ലഭിച്ചാൽ 1 മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കും എന്നതാണ് സർക്കാരിന്റെ സമീപനം. അതുകൊണ്ട് തീർച്ചയായും ഇതിന് ജനങ്ങളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ ഇടപെടൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ് എനിക്ക് ഈ ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടിയായി പറയാനുള്ളത്. മറ്റൊരു ചോദ്യം, അവസാനം PSC ചോദ്യങ്ങൾ മലയാളത്തിലും എന്ന ആവശ്യത്തിൽ നിന്നും സർക്കാർ പിന്നാക്കം പോയി. എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത്? നമ്മുടെ കേരളത്തിലെ ഭരണഭാഷ മലയാളമാണ്. അത്തരത്തിൽ ഭരണഭാഷ മലയാളമായിട്ടുള്ള ഒരു സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് നടത്തുന്ന നിയമന പരീക്ഷകളിൽ മലയാളത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് സർക്കാർ തീർച്ചയായും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച നടപടികൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി എന്നുകൂടി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് 1976 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതി അന്ന് എടുത്ത ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തെക്കുറിച്ച് ഭരണഭാഷ എന്ന 1978 മാസികയിൽ പരാമർശിച്ചിട്ടുണ്ട്. അതായത് PSC നടത്തുന്ന പരീക്ഷകളിൽ 75% ചോദ്യങ്ങൾ മലയാളത്തിലായിരിക്കണം, 25% ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാകാം എന്ന്. തുടർന്ന് 2000 കേരള സർക്കാർ മറ്റൊരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. അതായത് PSC നടത്തുന്ന എല്ലാ നിയമന പരീക്ഷകളിലും ഒരു പേപ്പർ നിർബന്ധമായി മലയാളത്തിലായിരിക്കണം. പക്ഷെ ചില പരീക്ഷകളിൽ നിന്നൊക്കെ മലയാളത്തിന്റെ സാന്നിധ്യം മാറിപ്പോയി. ഇത് സംബന്ധിച്ച് ചില പരാതികളും മറ്റുമൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽ വരികയുണ്ടായി.
നമ്മുടെ നിലവിലുള്ള മുഖ്യമന്ത്രി PSC ചെയർമാനെ വിളിച്ച് വരുത്തി യോഗം സംഘടിപ്പിക്കുകയും അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ പിന്നാക്കം പോയി എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു ചോദ്യം ഷാഹിന VK. ഫയൽ എന്നതിന് പകരം പതിവേട് എന്നും തൻപതിവേട് പതിവേട് എന്നിങ്ങനെ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുള്ള നിരവധി ഔദ്യോഗിക ഭാഷാ പദങ്ങൾ സ്വീകരിച്ചതല്ലേ ഭരണഭാഷാ വ്യാപനം കുറയാനുണ്ടായ കാരണം? ഇത് ഞാൻ ഈ പ്രഭാഷണ മധ്യേ പറഞ്ഞു. അതായത് C. അച്യുതമേനോൻ ഇതിനെക്കുറിച്ച് നിയമസഭയിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന് എല്ലാ പദങ്ങൾക്കും, എല്ലാ ഇതര ഭാഷാ പദങ്ങൾക്കും മലയാള പദങ്ങൾ തന്നെ വേണം എന്ന ഒരു നിബന്ധന ഇല്ല. അതുകൊണ്ടാണ് ഫയൽ എന്ന പദത്തിന് ഫയൽ എന്ന് മതി എന്ന് നിയമസഭയിൽ C. അച്യുതമേനോൻ പറയാനുണ്ടായ സാഹചര്യം. ഇതുപോലെ മറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഈ വാസു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു ഫയലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഉണ്ടായ സാഹചര്യം ഉണ്ടായി. അതായത് ടൈപ്പിസ്റ്റ് എന്ന പദത്തിന് അച്ചെഴുത്താൾ എന്ന് ഒരാൾ പരിഭാഷപ്പെടുത്തി. അതിനെതിരെ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് C. അച്യുതമേനോന് തന്നെ അദ്ദേഹത്തിന് പരാതി കൊടുക്കുകയും അച്ചെഴുത്താൾ വേണ്ട, ടൈപ്പിസ്റ്റ് മതി എന്ന് തീരുമാനിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നമ്മുടെ നിയമസഭയിൽ അരങ്ങേറിയിട്ടുണ്ട്. ലോനപ്പൻ നമ്പാടൻ, നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സഞ്ചരിക്കുന്ന വിശ്വാസി എന്ന ആത്മകഥയിൽ അദ്ദേഹം ഒരു വസ്തുതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ നിയമസഭയ്ക്കുള്ളിൽ ഭാഷയ്ക്ക് വേണ്ടി ബില്ല് കത്തിച്ച് ഭാഷയ്ക്ക് വേണ്ടി ഒരു തീക്കളി നടത്തിയ വ്യക്തിയാണ് ലോനപ്പൻ നമ്പാടൻ. നമുക്കറിയാം, അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി ആ കാലത്ത് ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെ കളിയാക്കുന്നതിന് വേണ്ടി പറഞ്ഞു, സർക്കിൾ ഇൻസ്പെക്ടർ എന്നതിന് വൃത്ത പരിശോധകൻ എന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് എണീറ്റ് സ്വതസ്ഥമായിട്ടുള്ള ശൈലിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞത്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, അങ്ങ് വീട്ടിൽ ചെന്നതിന് ശേഷം അങ്ങയുടെ ഭാര്യയെ കരുണയെന്നോ ദയെന്നോ വിളിക്കേണ്ട, മേഴ്സി എന്ന് മാത്രം വിളിച്ചാൽ മതി എന്നാണ്. എന്ന് പറഞ്ഞാൽ പേരാണ്. അതിന് അത്തരത്തിലുള്ള ഇപ്പോ ഫയൽ ഇത്തരത്തിലുള്ള ധാരാളം പദങ്ങൾ നമ്മുടെ കേരളത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. തഹസിൽദാർ, ശിരസ്തുദാർ, ഇത്തരത്തിലുള്ള ധാരാളം പദങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള പദങ്ങൾ സ്വീകരിച്ചുകൊണ്ടേ നമ്മുടെ ഭാഷയുടെ വളർച്ച ഉറപ്പുവരുത്താൻ കഴിയൂ. അതായത് കൊണ്ടും കൊടുത്തുമാണ് ഭാഷ വളരുന്നത് എന്ന ഒരു കാര്യം തന്നെയാണ് ഭരണഭാഷയുടെ പദസ്വീകാര നയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സർക്കാർ തലത്തിൽ രൂപപ്പെടുത്തുന്ന ഭരണഭാഷാ പദങ്ങൾ, മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, സർക്കാർ തലത്തിൽ രൂപപ്പെടുത്തുന്ന ഭരണഭാഷാ പദങ്ങൾ പലപ്പോഴും വലിയ തമാശയാണ്. ആർജിതാവധി, പരിപത്രം തുടങ്ങിയവയൊക്കെ എന്തു മലയാളമാണ്. പ്രേക്ഷകൻ, സ്വീകർത്താവ് ഒക്കെ ജനം സ്വീകരിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള പദങ്ങളിൽ പലതും കഠിന സംസ്കൃത പദങ്ങളാണ്. ഇപ്പൊ സർക്കുലർ എന്ന പദം, ഈ സർക്കുലർ എന്ന പദത്തിന് 1960 കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയ പദമാണ് പരിപത്രം. തൊട്ടു മുമ്പ് KM ഭരതൻ മാഷ് സംസാരിച്ചപ്പോ കൊഥനാങ്കത്തെ കുറിച്ച് പറഞ്ഞു. ഇത്തരത്തിലുള്ള കഠിന സംസ്കൃത പദങ്ങൾ, അല്ലെങ്കിൽ കഠിന എന്ന് ഞാൻ പറയുന്നില്ല, സംസ്കൃത പദങ്ങൾ സാങ്കേതിക പദങ്ങളായി ഉപയോഗിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഏകീകൃത പദാവലി ഇന്ത്യയിൽ രൂപപ്പെടുത്തണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും നടപടി സ്വീകരിക്കണമെന്ന് പറയുകയും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായ സമയത്താണ് സംസ്കൃത പദങ്ങൾ കൂടുതലായി സ്വീകരിക്കാൻ തുടങ്ങിയത്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 351 അനുച്ഛേദം 351 ആർട്ടിക്കിൾ പറയുന്നുണ്ട്, ഹിന്ദി ഭാഷയുടെ വ്യാപനത്തിന് വേണ്ടി മറ്റു ഭാഷകളിൽ നിന്ന്, പ്രത്യേകിച്ചും സംസ്കൃതത്തിൽ നിന്ന് പദാവലി, ശബ്ദാവലി സ്വീകരിച്ച് ഹിന്ദി ഭാഷയെ ഒരു വികസിത ഭാഷയാക്കി മാറ്റണം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ
ഭരണഘടനാ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ സർക്കുലർ എന്നതിന് പരിപത്രം എന്നല്ല ഉപയോഗിക്കേണ്ടത്. അത് സർക്കുലർ എന്ന് മലയാള ലിപിയിൽ എഴുതിയാൽ മതി എന്നതാണ് കേരള ഔദ്യോഗിക ഭാഷാ വകുപ്പിന്റെ സമീപനം. ഔദ്യോഗിക ഭാഷാ വകുപ്പ് പദസ്വീകാര നയം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് പ്രഭാഷണത്തിൽ പറഞ്ഞ kerala.gov.in എന്ന ഓൺലൈൻ നിഘണ്ടുവിൽ കാണാം. മാത്രമല്ല, മലയാളം എൻ്റെ അവകാശം എന്ന പുസ്തകത്തിൽ ഇതിന്റെ ഒരു മാതൃക കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നു, സർക്കുലർ എന്നതിന് സർക്കുലർ എന്ന് തൽസമമായി എഴുതിയാൽ മതി. സർക്കുലർ എന്ന പദം മലയാളിക്ക് മനസ്സിലാകും, അതേസമയം പരിപത്രം എന്ന പദം മലയാളിക്ക് മനസ്സിലാകില്ല. തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സർക്കുലർ ആണ് മലയാളിക്ക് കൂടുതൽ പരിചിതം അല്ലെങ്കിൽ മനസ്സിലാകുന്നത് എന്ന കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. അതുപോലെ ഈ കഠിന പദങ്ങൾ ഉണ്ട് എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 1960 കാലഘട്ടത്തിൽ തുടർന്നു വന്ന ഈ രീതി ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 2 വർഷം മുമ്പ് നിയമസഭയിൽ വന്ന ഒരു ബില്ലിൽ കണ്ട ഒരു പ്രയോഗമുണ്ട്, അതായത് പെക്കൂണിയറി ജൂറിസ്ഡിക്ഷൻ. ഈ പെക്കൂണിയറി ജൂറിസ്ഡിക്ഷന് സാമ്പത്തിക അധികാര പരിധി എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്ന ആ ബില്ലിൽ കണ്ട മലയാളം ആർത്ഥിക ആധികാരിത എന്നാണ്. അർത്ഥം, ധനം, ആധികാരിത, ജൂറിസ്ഡിക്ഷൻ, ആർത്ഥിക ആധികാരിത. ഒന്ന് ആലോചിക്കൂ, ആർത്ഥിക ആധികാരിത എന്നതിനേക്കാൾ എത്ര ലളിതവും അർത്ഥസംവേദനം ചെയ്യുന്നതുമായ പദമാണ് സാമ്പത്തിക അധികാര പരിധി. നമുക്കത് ഉപയോഗിക്കാം. അതുപോലെ കോർപ്പറേറ്റ് ബോഡി. ഈ കോർപ്പറേറ്റ് ബോഡിക്ക് നമുക്ക് തീർച്ചയായും കോർപ്പറേറ്റ് സ്ഥാപനം എന്ന് പറയാം. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്നത് ഏകാംഗീകൃത നികായം എന്നാണ്. ഇത് ആർക്കും മനസ്സിലാകില്ല എന്ന് പ്രത്യേകം പറയാതെ നിവൃത്തിയില്ല. ഭരണരംഗത്ത് ഏറ്റവും ലളിതമായ പദങ്ങൾ, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന പദങ്ങൾ ഉപയോഗിക്കണം എന്നതാണ് സർക്കാരിന്റെ സമീപനം. അത് ഏതു ഭാഷയിലുള്ള പദമോ ആയിക്കോട്ടെ, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കണം. പക്ഷേ ഇതര ഭാഷകളിൽ നിന്ന് പദങ്ങളും പ്രയോഗങ്ങളും നമ്മൾ കടം കൊള്ളുമ്പോൾ അത് മലയാളത്തിൽ തത്തുല്യവും ലളിതവും അർത്ഥസംവേദനം ചെയ്യുന്നതുമായ പദങ്ങൾ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ തത്സമമായി സ്വീകരിക്കാവൂ എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ പ്രേക്ഷകൻ, സ്വീകർത്താവ് ഒക്കെ ജനം സ്വീകരിക്കുമോ? ഫ്രം, ടു എന്നതിന് പകരം നമ്മുടെ ഭരണരംഗത്ത് ഉപയോഗിക്കുന്ന പദങ്ങളാണ് പ്രേക്ഷകൻ, സ്വീകർത്താവ്. എന്നാൽ ഔദ്യോഗിക ഭാഷാ വകുപ്പിന്റെ സമീപനം മലയാളം കത്തുകളിൽ ഫ്രമിനും ടൂവിനും പകരം പദം വേണമെന്നില്ല എന്നതാണ്. അതായത് ഒരു കത്തിൽ മുകളിൽ ഇടതുവശത്ത് നമ്പർ, വലതുവശത്ത് ഓഫീസിന്റെ പേര്, തൊട്ട് താഴെ ജില്ലാ കളക്ടർ, കൊല്ലം, അതായത് ഇപ്പൊ കൊല്ലം കളക്ടറേറ്റിൽ നിന്ന് അയക്കുന്ന ഒരു കത്താണെന്ന് കരുതുക. അതിൽ ജില്ലാ കളക്ടർ എന്ന് എഴുതിയതിനു ശേഷം തൊട്ട് താഴെ സെക്രട്ടറി, റവന്യൂ വകുപ്പ്, സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം എന്ന് എഴുതിയാൽ സ്ഥാനം കൊണ്ട് ആരാണ് അയക്കുന്നതെന്നും ആർക്കാണ് കിട്ടേണ്ടതെന്നും വളരെ വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് നിശ്ചിത അകലം നൽകി ഫ്രം, ടു പദങ്ങൾക്ക് പരിഭാഷ മലയാളം കത്തുകളിൽ ഒഴിവാക്കാം എന്നതാണ് സർക്കാരിന്റെ സമീപനം. ഔദ്യോഗിക ഭാഷാ വകുപ്പ് കത്തുകളുടെ മാതൃകകൾ തയ്യാറാക്കി glossary.kerala.gov.in എന്ന ഭരണ മലയാളം എന്ന ഓൺലൈൻ നിഘണ്ടുവിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള മാതൃകകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിയാൽ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. സ്വന്തമായി തനത് പദങ്ങൾ ഉണ്ടാക്കുമ്പോൾ മലയാളം ഭരണഭാഷാ പദങ്ങൾക്ക് വ്യാപകമായി സംസ്കൃതത്തെ ആശ്രയിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ്? കാരണം 1960 മുതൽ നിലവിൽ വന്ന ഒരു സാഹചര്യം അനുസരിച്ചാണ് കൂടുതൽ പദങ്ങളും സംസ്കൃതം ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതി വന്നത്. അങ്ങനെ പറയുന്ന സാഹചര്യത്തിലും എനിക്ക് പ്രത്യേകം പറയാനുണ്ട്, ഒരിക്കലും സംസ്കൃതത്തെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് മലയാളം ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല. ഈ നമ്മൾ പറയുന്ന മുഖം സംസ്കൃത പദമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പദങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. തീർച്ചയായും അത് പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെ
തമിഴ് സ്വന്തമായി പദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതി. തീർച്ചയായും തമിഴിൽ ധാരാളം പദങ്ങളുണ്ട്. ഇപ്പൊ പോലീസിന് കാവൽ എന്നും പോലീസ് സ്റ്റേഷന് കാവൽ തുറൈ, കാവൽ നിലയം എന്ന് പറയും. അവർക്ക് കമ്പ്യൂട്ടറിന് പോലും പദമുണ്ട്. കണനി, കണിപ്പൊറി, ലാപ്ടോപ്പിന് മടിക്കണനി, ഇത്തരത്തിലുള്ള ധാരാളം പദങ്ങൾ അവർ ഓരോ പദത്തിനും പ്രത്യേകം പദം കണ്ടെത്തുന്നുണ്ട്, വ്യാപിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സമീപനം നമ്മുടെ കേരളത്തിൽ കൂടുതലായി ഉണ്ടായിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന പദം കമ്പ്യൂട്ടർ ആയി തന്നെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു തെറ്റുമില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം മറ്റു ഭാഷകളിൽ നിന്ന് പദങ്ങൾ കടം കൊള്ളുമ്പോഴും വളരെ ശ്രദ്ധിക്കുക, നമ്മുടെ ഭാഷ വളരുക തന്നെയാണ്. അതുകൊണ്ട് ഒരു ജൈവ ഭാഷയായ മലയാളത്തിന്റെ വളർച്ചയിൽ ആശങ്ക വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു ചോദ്യം, നിലവിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ അതേപടി തന്നെ മലയാളത്തിൽ ഉപയോഗിച്ചുകൂടെ? ഉദാഹരണം സ്വിച്ച്, കമ്പ്യൂട്ടർ, എക്സെട്ര. ഇതിനൊക്കെ പുതിയ പദങ്ങൾ കണ്ടെത്തി ഉപയോഗിക്കുന്നതിനേക്കാൾ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതല്ലേ സ്വീകാര്യം? തീർച്ചയായും അതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സ്വിച്ച് എന്ന പദത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ചിലർ പരിഭാഷ കൊടുത്തു. അതൊരു പരിഭാഷയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഒരു പരിഭാഷയല്ല, ഒരു നിർവചനമാണ്. വൈദ്യുത ഗമനാഗമന നിയന്ത്രണ യന്ത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വിച്ച് എന്ന പദത്തിന്റെ മറ്റൊരു പദമല്ല. സ്വിച്ച് എന്ന പദത്തിന് ആദ്യകാലത്തോ അല്ലെങ്കിൽ പിൽക്കാലത്തോ ഒരു പകരം പദമുണ്ടായിരുന്നെങ്കിൽ അത് തമിഴ്നാട്ടിലേതുപോലെ ഇവിടെ പ്രചരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമല്ല ഉണ്ടായത്. നമുക്ക് തീർച്ചയായും സ്വിച്ചിന് സ്വിച്ച് എന്ന് മതി എന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. ശ്രുതി SR ചോദ്യം, ഇപ്പോഴും എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലേക്കും എത്തേണ്ട ഗവൺമെന്റ് ഉത്തരവുകളും മറ്റും മലയാളത്തിനു പകരം ഇംഗ്ലീഷിൽ തന്നെയാണല്ലോ എത്തുന്നത്. അത് ആ ഒരു ചോദ്യം പൂർണ്ണമായി ശരിയല്ല. ചില ഉത്തരവുകൾ ഇംഗ്ലീഷിൽ പുറപ്പെടുവിക്കേണ്ടി വരുന്നുണ്ട്. അത് ഈ പ്രഭാഷണ മധ്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. 7 സാഹചര്യങ്ങളിൽ കത്തിടപാടുകൾക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാം, ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനും ഇംഗ്ലീഷ് ഉപയോഗിക്കാം. ആ 7 സാഹചര്യങ്ങളിൽ പെടുന്നതാണ് ഇത്തരം ഉത്തരവുകൾ എന്നാണ് പറയേണ്ടത്. PSCയുടെ LP UP അധ്യാപകർ മലയാളം പഠിപ്പിക്കണം. പരീക്ഷയിൽ മലയാള ഭാഷയിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും 10 ചോദ്യങ്ങളെങ്കിലും ചോദിക്കേണ്ടതല്ലേ? തീർച്ചയായും ചോദിക്കേണ്ടത് തന്നെയാണ്. കോടതി ഭാഷ മലയാളമാക്കുന്നതിന് വേണ്ടി നരേന്ദ്രൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും പൂർണ്ണമായും പാലിക്കപ്പെട്ടോ? ഇപ്പോഴത്തെ നില എന്താണ്? കോടതി ഭാഷ മലയാളമാക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മിറ്റിയും തുടർന്ന് വന്ന ജഡ്ജസ് കമ്മിറ്റിയും മുന്നിലേക്ക് വെച്ച 7 കാര്യങ്ങൾ, ആ 7 കാര്യങ്ങളിൽ നടപടിയെടുത്തതിന് ശേഷം മാത്രം കോടതി ഭാഷ മലയാളമാക്കിയാൽ മതി എന്നതാണ് ജഡ്ജസ് കമ്മിറ്റിയുടെ അഭിപ്രായം. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിന്റെ ഭാഗമായി ഒരു ഔദ്യോഗിക ഭാഷാ പ്രസിദ്ധീകരണ സെല്ല് നിയമവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നിയമധ്വനി ആ സെല്ലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ആ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു ഉന്നതതല കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റി കോടതി ഭാഷ മലയാളമാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ശ്രുതി SR, PSC ഉണ്ടല്ലോ, മലയാളം ഭരണഭാഷയായിട്ടും മലയാളം ഹയർ വേണമെന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ലല്ലോ. മലയാളം ഹയർ, എനിക്കത് വ്യക്തമായില്ല. അരുൺലാൽ, പണ്ട് ചെപ്പേടുകളിൽ ശാസനങ്ങളിലൊക്കെ പ്രത്യേക ഭാഷ വന്നത് ഇതുപോലെ ഭരണഭാഷാ നിയമം ഒക്കെ അന്ന് വന്നതുകൊണ്ടായിരിക്കും അല്ലേ? ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ഈ പ്രഭാഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഭരിക്കുന്നവൻ അവന്റെ ഭാഷ ഭരണരംഗത്ത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം. അക്കാലത്ത് സമൂഹങ്ങളിൽ ഉപയോഗിച്ച ഭാഷ കൂടുതലായും ശാസനങ്ങളിലും
സുപ്പേഡുകളിലും ഉപയോഗിച്ചിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, അതിനുശേഷം ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും കേരളത്തിൽ പല ഉത്തരവുകളും അല്ലെങ്കിൽ ഭരണഭാഷ മലയാളമായി തുടർന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കുണ്ടറ വിളംബരം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം, ഇതൊക്കെ നമ്മുടെ മലയാളത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. PSC ടൈപ്പിസ്റ്റ് തസ്തികകളിൽ മിക്കതും ഇംഗ്ലീഷ് ഹയർ യോഗ്യതയായിട്ട് പറയുന്നു. മലയാളം ഭരണഭാഷയായിട്ടും മലയാളം ഹയർ യോഗ്യത ഒരു തസ്തികയ്ക്കും യോഗ്യതയായി കാണുന്നില്ല. മലയാളം ഭരണരംഗത്ത് ടൈപ്പിങ്ങിന് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. സർക്കാർ സർവീസിൽ വരുന്ന എല്ലാ ടൈപ്പിസ്റ്റുമാർക്കും മലയാളം പ്രത്യേകിച്ചും അറിഞ്ഞുകൂടാത്തവർക്ക് യൂണിക്കോഡ് പരിശീലനം സർക്കാർ പരിശീലന കേന്ദ്രങ്ങളിലൂടെ നൽകി വരുന്നുണ്ട്. IMGയുടെ 3 കേന്ദ്രങ്ങൾ, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, അതുപോലെ ഓരോ വകുപ്പിന്റെയും പരിശീലന കേന്ദ്രങ്ങൾ, വകുപ്പുതല പരിശീലന കേന്ദ്രങ്ങളിലൂടെയും മലയാളം യൂണിക്കോഡ് പരിശീലനം നൽകുന്നുണ്ട്. ഭരണരംഗത്ത് യൂണിക്കോഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആസ്കി, ഇസ്കി സംവിധാനങ്ങളിലൂടെയുള്ള ടൈപ്പിംഗ് ടൂളുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് സർക്കാരിന്റെ നിർദ്ദേശം. സജിൻ കോട്ടപ്പുറം, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മലയാളത്തിൽ പല ഭാഷയിൽ നിന്നും തത്സമമായും തത്ഭവമായും നിരവധി പദങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ മലയാളം തന്നെ എല്ലായിടത്തും വേണം എന്ന് വിചാരിക്കുന്നത് തെറ്റല്ലേ? ഇതിനെക്കുറിച്ചുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു. സർക്കാരിന് വ്യക്തമായ പദ സ്വീകാര നയം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ VR പ്രബോധചന്ദ്രൻ അധ്യക്ഷനായുള്ള ഒരു കമ്മിറ്റി 2005 രൂപപ്പെടുത്തിയതാണ് നമ്മുടെ ഭരണഭാഷയിലെ പദസ്വീകാര നയം. അതിൽ പറയുന്നത് ഏതെങ്കിലും ഒരു ഇതര ഭാഷാ പദത്തിന് കൃത്യമായ മലയാള പദം ഉണ്ടെങ്കിൽ ഭരണരംഗത്ത് അത് ഉപയോഗിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല, തീർച്ചയായും ഉപയോഗിക്കാം. ഞാൻ അതിനൊരു ഉദാഹരണം നേരത്തെ പറഞ്ഞു. ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി, ഇപ്പൊ എന്റെ തസ്തികയുടെ പേര് ലാംഗ്വേജ് എക്സ്പേർട്ട്, ഭാഷാ വിദഗ്ധൻ. ഇതുപോലെ ഏതെങ്കിലും തസ്തികയ്ക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതര ഭാഷാ പദത്തിനോ കൃത്യമായ മലയാള പദം ഉണ്ടെങ്കിൽ അത് നിലവാരപ്പെട്ടതാണെങ്കിൽ, അതായത് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആയിരിക്കണം ഭരണരംഗത്ത് ഉപയോഗിക്കേണ്ടത് എന്ന വ്യവസ്ഥ ഉള്ളതുകൊണ്ട് നിലവാരപ്പെട്ട പദങ്ങൾ ഉണ്ടെങ്കിൽ ഭരണരംഗത്ത് ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സമില്ല. അതേസമയം അല്ലാത്ത സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഇതര ഭാഷാ പദത്തിന് കൃത്യമായ മലയാള പദം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ അത് തത്സമമായോ തത്ഭവമായോ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. ഉദാഹരണത്തിന് നമ്മൾ ഈ ശുപാർശ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, അത് സിഫാരിസ് എന്ന് പറയുന്ന ഒരു ഇതര ഭാഷാ പദത്തിൽ നിന്നാണ്. ആ ശുപാർശ എന്ന പദം നമ്മൾ കടം കൊണ്ടത്. മലയാളത്തെ പരകീയ പദങ്ങൾ എന്ന ജോസഫ് സാറിന്റെ പുസ്തകം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം പദങ്ങൾ നമ്മുടെ ഭരണഭാഷയിലേക്കും നമ്മുടെ വ്യവഹാര ഭാഷയിലേക്കും കടം കൊണ്ടു എന്ന് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് മലയാളം എല്ലായിടത്തും വേണം എന്ന് വിചാരിക്കുന്നത് തെറ്റല്ലേ എന്നതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഡെപ്യൂട്ടി കളക്ടറുടെ കാർ തകർത്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ആ വാക്യം ഒരിക്കൽ കൂടി പറയുന്നു. ഡെപ്യൂട്ടി കളക്ടറുടെ കാർ തകർത്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇങ്ങനെ ഒരു വാക്യം ഏതെങ്കിലും ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നു എന്ന് കരുതുക. ഇത് നമുക്ക് മലയാള വാക്യമായി കണക്കാക്കാൻ കഴിയൂ. ഡെപ്യൂട്ടി കളക്ടർ, കാർ, പോലീസ്, അറസ്റ്റ്, ജയിൽ, ഇവയെല്ലാം ഇതര ഭാഷാ പദങ്ങളാണ്. പക്ഷെ ഈ പദങ്ങൾക്കെല്ലാം മലയാളം വേണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ, പ്രത്യേകിച്ചും ഭരണരംഗത്ത് വാശി പിടിച്ചാൽ, മനസ്സിലാകുന്ന ഒരു ഭാഷയായി മാറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ തന്നെയാണ്. അത് പരിഭാഷപ്പെടുത്തിയാൽ ഒരുപക്ഷെ വികലമായ പരിഭാഷകളിലൂടെ നമ്മുടെ ഭാഷയ്ക്ക് ദോഷമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഡെപ്യൂട്ടി കളക്ടറുടെ കാർ തകർത്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്ന ഒരു വാക്യം ഒരു മലയാള പത്രത്തിൽ അച്ചടിച്ചു വന്നാൽ അത് മലയാള വാക്യമായി നമ്മൾ കണക്കാക്കണം. തീർച്ചയായും ഭരണരംഗത്ത് ഈ ഒരു സമീപനം വേണം നമ്മൾ പുലർത്തേണ്ടത്. അല്ല എല്ലാ പദത്തിനും പകരം പദം വേണം എന്ന സമീപനം കേരള സർക്കാരിന് ഇല്ല
കേരള സർക്കാരിന്റെ എഴുത്തുകുത്തുകളിൽ അത്തരത്തിലുള്ള രീതി തന്നെയാണ് കാണുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഇതര ഭാഷയിലെ പദങ്ങൾ നമ്മുടെ ഭാഷയിലേക്ക് വരുന്നതിലൂടെ നമ്മുടെ ഭാഷ അതിന്റെ വികസനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നതാണ് വാസ്തവം. പിന്നെ പകര പദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടായിക്കോട്ടെ, അതിനും തടസ്സമില്ല. ഷാഹിന വി കെ, ആധാരം എഴുത്തു ഭാഷ നവീകരിക്കാനുള്ള വല്ല സാർ ഞാൻ ഇടപെടുകയാണ്. നമുക്കൊന്ന് ചെറിയ രീതിയിൽ എല്ലാ ചോദ്യങ്ങളും പരാമർശിച്ച് അവസാനിപ്പിക്കാം. ഇനി ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ സർ. ആധാരം എഴുത്തു ഭാഷ നവീകരിക്കാനുള്ള വല്ല നീക്കവും ഉണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയാക്കുമോ? തീർച്ചയായും ആധാര ഭാഷ മനസ്സിലാക്കുന്ന തരത്തിലുള്ള രീതി അല്ലായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം എന്ന് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ 2006, 2007 കാലഘട്ടത്തിൽ IG രജിസ്ട്രേഷൻ വകുപ്പിന്റെ IG ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിച്ചു. 2013 പുതിയ മാതൃകകൾ തയ്യാറാക്കി IG രജിസ്ട്രേഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി മനസ്സിലാകുന്നതും സങ്കീർണ വാക്യങ്ങൾ ഒഴിവാക്കി ചെറിയ ചെറിയ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ഒരു ആധാരത്തിന്റെ മാതൃകയാണ് നമുക്ക് വെബ്സൈറ്റിൽ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും ചോദ്യങ്ങളാണ് ഇവിടെ കിട്ടിയത്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു എന്ന് കരുതുന്നു. എന്തായാലും വളരെ നന്ദി സാർ. സാറിന്റെ 3/4 മണിക്കൂർ അവതരണം ഉണ്ടായിരുന്നു. ഏതാണ്ട് അരമണിക്കൂറോളം സാറ് ചോദ്യങ്ങൾക്ക് വിശദമായി മറുപടിയും പറഞ്ഞു. ഈ മേഖലയിലുള്ള സാറിന്റെ ഈ ഇടപെടലും ഇന്നത്തെ ഈ പ്രബന്ധാവതരണം ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. പ്രത്യേകിച്ച് നമ്മുടെ ഭരണഭാഷാ പദാവലി വികസനവുമായി ബന്ധപ്പെട്ട് സാറ് പറഞ്ഞിട്ടുള്ള പ്രധാനമായ 3 കാര്യങ്ങൾ: തനത് മലയാള പദങ്ങൾ സ്വീകരിക്കാവുന്നിടത്തോളം അത് സ്വീകരിക്കുക, കടമെടുക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്യുക, ഉചിതമായ പദങ്ങൾ കടമെടുക്കുക, പ്രചാരത്തിലായിട്ടുള്ള ഇംഗ്ലീഷ് പദങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തുക എന്നതാണ് സർക്കാർ നയം എന്ന് നമ്മുടെ സംവിധാനത്തിനകത്ത് തന്നെയുള്ള പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യം ഇന്ന് ഉണ്ട് എന്ന് തോന്നുന്നു. സാറിന്റെ ഈ ടോക്ക് കേട്ടത് 100-ൽ താഴെ ആളുകളാണ്. വരും ദിവസങ്ങളിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കകത്ത് ഭരണപരമായ എഴുത്തുകുത്തുകൾ നടത്തുന്ന ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കാരിന്റെ ഭരണഭാഷാ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതി സാർ ഇന്ന് സാറിന്റെ പ്രബന്ധത്തിലും ചർച്ചയിലുമായി മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി സർക്കാർ സംവിധാനങ്ങളിൽ ഇത്തരം ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളിലേക്ക് എത്തുന്നില്ല എന്ന ഒരു തോന്നൽ ഏതായാലും ഉണ്ട്. എന്തോ ആവട്ടെ, ഏതായാലും വലിയ രീതിയിൽ തെളിച്ചമുണ്ടാക്കിയിട്ടുള്ള ഒരു അവതരണമായിരുന്നു സാറിൻ്റെത്. സാറിന്റെ തിരക്കുകൾക്കിടയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ കുട്ടികൾക്കും അതേപോലെ തന്നെ അക്കാദമിക സമൂഹത്തിനും വേണ്ടി ഇങ്ങനെ ഒരു വിശദമായ പ്രബന്ധം അവതരിപ്പിച്ചതിന് സാറിനോട് എല്ലാവർക്കും വേണ്ടി നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ സാറിന്റെ അവതരണത്തിലുള്ള ഒരു സവിശേഷത, ഒരുപാട് ഡോക്യുമെന്റ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം. ആ ഓർഡറുകളൊക്കെ തന്നെ പല തലത്തിലുള്ള MA, MPhil, PhD തലത്തിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒക്കെ തന്നെ പലപ്പോഴും ലഭിക്കാൻ അത്ര എളുപ്പമുള്ളതല്ല. അതെല്ലാം ഈ ടോക്കിന്റെ ഭാഗമായി നമ്മൾ സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യക്തതക്കുറവുള്ള ചില ഫയലുകളാണ് അതിൽ ബ്ലാങ്ക് ആയിട്ട് കിടന്നത്. ഏതായാലും ഇത് വേറിട്ട് നിൽക്കുന്ന ഒരു അവതരണമായിരുന്നു. നമുക്കിന്ന് കമന്റായി വന്നിട്ടുള്ള ഒരു കാര്യം ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമന്റാണ്. ആ കമന്റ്, കേരളത്തില് നടക്കുന്ന ധാരാളം വെബിനാറുകളിൽ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കൊയിലാണ്ടി കേന്ദ്രത്തിലെ മലയാള വിഭാഗം നടത്തുന്ന വെബിനാർ അതിന്റെ വ്യക്തത കൊണ്ട് വേറിട്ട് നിൽക്കുന്നു എന്ന ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഇത്
ഞങ്ങൾ ശ്രദ്ധാപൂർവം രഘുകുമാർ സാറാണെങ്കിലും ഞങ്ങളെ സഹായിക്കുന്ന ഷുക്കൂർ മാഷാണെങ്കിലും വി അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഈ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണെങ്കിലും ഞങ്ങൾ ഇത് കുട്ടികളിലേക്ക് എത്തിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ടായിരുന്നു. പല ഭാഗത്തും കുട്ടികൾക്ക് ഫോണിന്റെ കപ്പാസിറ്റി കുറവാണ്, അതേപോലെ തന്നെ റേഞ്ച് പ്രശ്നമുണ്ട്. അപ്പൊ ഏറ്റവും കുറഞ്ഞ റേഞ്ചിലും അവർക്ക് കാര്യങ്ങൾ ലഭ്യമാകണം എന്ന ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സംവിധാനം തിരഞ്ഞെടുത്തത്. നമ്മൾ ഗൂഗിൾ മീറ്റ് പോലുള്ള ഒരു ലൈവ് ടോക്കിൽ പലപ്പോഴും മുറിഞ്ഞു പോകുന്ന ഒരു പ്രശ്നവും പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഒരു കൃത്യമായ മൈക്ക് ഓഫ് ആക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ വളരെ അധികം സമയമെടുത്താണ് ഓരോ പ്രബന്ധങ്ങളും തയ്യാറാക്കുന്നത്. ആ പ്രബന്ധത്തിന്റെ അവതരണ വേളയിൽ മുറിഞ്ഞു പോവുക, അവ്യക്തത ഉണ്ടാവുക എന്നത് അതിന്റെ ഒരു എന്താ പറയാ വ്യക്തമായി അത് കേൾക്കുന്നതിന് തടസ്സമാകും എന്നതുകൊണ്ടാണ് ഈ ഒരു പ്രീ റെക്കോർഡഡ് സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോയത്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, പട്ടാമ്പി കോളേജിലെ HK സന്തോഷ് മാഷിനെ പോലുള്ള ആളുകളുടെ സഹായവും അതേപോലെ തന്നെ ഉപദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഏതായാലും ഈ ഒരു നല്ല അഭിപ്രായത്തിന് ആ സുഹൃത്തിനോട് നന്ദി പറയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, അധികം ഒന്നും പറയുന്നില്ല. ഇത് കേട്ട ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടിരുന്ന ആളുകൾക്കും അതേപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഒരു പ്രബന്ധം തയ്യാറാക്കി അത് അവതരിപ്പിച്ച ഡോക്ടർ ശിവകുമാർ സാറിനും ഇതിന്റെ തിരുവനന്തപുരത്തും പട്ടാമ്പിയിലും ഒക്കെ നിന്ന് ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അധ്യക്ഷൻ കൂടിയായ രഘുകുമാർ സാറ്, ഷുക്കൂർ മാഷ്, എല്ലാവർക്കും ഞങ്ങൾ എല്ലാവരും 3 പേരും ചേർന്ന് ഈ പരിപാടിയിൽ സംബന്ധിച്ചവരും പ്രബന്ധം അവതരിപ്പിച്ചവരുമായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ആശംസിച്ചുകൊണ്ട് അടുത്ത പരിപാടിക്ക് 8 മണിക്ക് ചങ്ങനാശ്ശേരി SB കോളേജിലെ ഡോക്ടർ ജോസഫ് സ്കറിയ മാഷിന്റെ ഒരു പ്രഭാഷണം കൂടി ഇന്നുണ്ട്. അദ്ദേഹം കോളനി ഭരണരേഖകളും മലയാള ഭാഷയും എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രബന്ധം. അതിനുകൂടി എല്ലാവരും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു.